എന്നെ സമയം ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. എനിക്കിത് കഴിഞ്ഞ് നാളെ ഹാവേരി എത്താണ്. നാളെ സുബഹിക്ക് ഇൻഷാ അല്ലാ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം. ബീജാപൂരത്താണ്ട്. ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകാനുള്ള അള്ളാഹു നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവത്തിലെത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ദുആ വല്ലതും ഒന്നിച്ചാക്കാം. ഇലാ ഹളറത്തി റൂഹി നബിയിനാ ഷഫീനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرة أصحاب البدرين ولسائر صحابة القرابة كلهم أجمعين خصوصا من حضرة شيخ أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة جدي تاج العلماء السيد عبد الرحمن البخاري قدس الله سره وإلى حضرة أبي قرة السادات سيد فضل قويم البخاري قدس الله سره العزيز وإلى حضرة أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفرني آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاذات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله. إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي بفضل صلى الله على محمد صلى الله عليه وسلم 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 صلى الله على
وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم رحمنا يا رب നിന്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് ദിക്റും സ്വലാത്തും ഖുർആൻ ശരീഫ് അല്ലാഹു റഹ്മാനെ നീ സ്വീകരിക്കണം റഹ്മാനെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ നീ ഖായിബകല്ല അല്ലാഹ് പോരാ നീ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ഡിഫായ് ശൈഖ് തങ്ങൾ റാത്തീബും അതുപോലെ അവർ നിന്റെ ജലാലിയത്തുൽ ഇസ്മും അതുപോലെ റഹ്മാനായ റബ്ബേ നിന്റെ മഹാന്മാരുടെ ഇസ്മെല്ലാം ഇവിടെ വിളിക്കപ്പെട്ടു നീ സ്വീകരിക്കണം റഹ്മാനെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ നീ ഖായിബകല്ല അല്ലാഹ് റബ്ബി ഓദിയെല്ലാം മിഥ്ല സവാബ് ഈ റാത്തീബിന്റെ മിഥ്ല സവാബ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു ഇബ്രാഹിം അദ്ദസൂഖി അഹ്മദ് അൽ ബദവി അതുപോലെ തന്നെ ഞങ്ങൾ താജുൽ മൻ ഹദറത്തിലേക്ക് ബാപ്പാന്റെ ഹദറത്തിലേക്ക് ഇതിന്റെ മിഥ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കാം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കാം റഹ്മാനെ പോരാ ഈ മജ്ലിസ് തുടങ്ങിയത് മുതൽ ഇതുവരെ ഇതിന് നേതൃത്വം നിന്നവരിലും ഇതിന് ഒരുമിച്ച് കൂടിയെല്ലാം മരണപ്പെട്ടു പോയവരുണ്ട് അവരെ ഹദറത്തിലേക്ക് ഇതിന്റെ മിഥ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ പോരാ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അവരിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ജ്യേഷ്ഠന്മാർ കൂട്ടുകുടുംബക്കാർ ഉസ്താദന്മാർ അവരെ ഹദറത്തിലേക്ക് ഇതിന്റെ മിഥ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ റഹ്മാനായ റബ്ബേ ഈ മജ്ലിസിൽ നിന്ന് വല്ല അദബുകേട് വാക്കാലോ പ്രവർത്തിയാലോ ചിന്തയാലോ ഈ മജ്ലിസിൽ നിന്ന് വന്ന ഒരു നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം അല്ലാഹ് ഈ അമലിൽ നിന്ന് വല്ല അദബുകേട് വന്നോട്ട് നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ അത് കാരണമായി സ്വീകരിക്കാത്ത അമലോ സ്വീകരിക്കാത്ത മജ്ലിസോ നീയാക്കല്ല അല്ലാഹ് നീ സലാമത്താക്കി തരണം റഹ്മാനെ റബ്ബേ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് 24 മണിക്കൂറും ജോസിനോട് കാണും റഹ്മാനെ ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം അല്ലാഹ് റബ്ബേ ഞങ്ങൾ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ കണ്ണാല ദോഷം ചെവിയാല ദോഷം കൈകാല ദോഷം നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം അല്ലാഹ് നീ സലാമത്താക്കി തരണം റഹ്മാനെ റഹ്മാനായ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങിന് വേണ്ടി ഈ മജ്ലിസിന് വേണ്ടി ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ച് സഹകരിച്ചവര് അവരും ദുആ കൊണ്ട് വസിയത്തിന് അല്ലാഹ് അവരുടെ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാഹ് ആ ചെയ്ത സ്വതക്ക ഹദിയ നിന്റെ മന പോലെ കരുന്ന കാര്യങ്ങൾ മന്ന പോലെ അവർക്കും ഞങ്ങൾക്കും നീ ആക്കി തരണം റഹ്മാനെ നീ സലാമത്താക്കി തരണം അല്ലാഹ് റഹ്മാനായ റബ്ബേ റഹ്മാനായ റബ്ബേ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് മാരകമായ രോഗം കൊണ്ട് അനുഭവിക്കുന്നവർ ഈ മജ്ലിസിന്റെ ഉമ്മമാർ ജ്യേഷ്ഠന്മാർ കൂട്ടുകുടുംബക്കാർ ഉസ്താദന്മാർ മാരകമായ രോഗം അനുഭവിക്കുന്നവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ് റഹ്മാനായ റബ്ബേ ക്യാൻസർ പിടിപെടുക്കണം നീ ശിഫ കൊടുക്കണം റഹ്മാനെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ ബ്രെയിൻ സ്ട്രോക്ക് ഉള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ റബ്ബേ സ്ട്രോക്ക് വന്നവർക്ക് നീ ശിഫ കൊടുക്കണം അല്ലാഹ് ട്യൂമർ വന്നവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ ട്യൂമർ വന്നവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ ക്യാൻസർ വന്നവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ ആമവാത്തിന്റെ അസുഖങ്ങൾക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ രക്തവാതത്തിന്റെ അസുഖങ്ങൾക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ സോറിയാസിന്റെ അസുഖങ്ങൾക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ റഹ്മാനായ സോറിയാസിന്റെ അസുഖങ്ങൾക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ വിഷപ്പെട്ട ചൊറി അനുഭവിക്കുന്നവർക്ക് ശിഫ കൊടുക്കണം അല്ലാഹ് ഡിഫായ് ശൈഖ് തങ്ങളെ ബർക്കത്തുകൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ വള്ളപ്പാണ്ട് പിടിച്ചവരുടെ ഈസാ നബിന്റെ ബർക്കത്തുകൊണ്ട് ശിഫ കൊടുക്കണം റഹ്മാനെ ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ ഹാർട്ട് ബ്ലോക്ക് ആയവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ ലങ്സിന് ഇൻഫെക്ഷനും നീ ശിഫ കൊടുക്കണം റഹ്മാനെ ബ്ലഡിന് ഇൻഫെക്ഷനും നീ ശിഫ കൊടുക്കണം റഹ്മാനെ റഹ്മാനെ ക്രിയാറ്റിനെ തീർച്ചവർക്ക് ശിഫ കൊടുക്കണം അല്ലാഹ് ദിനേന രക്തം കയറ്റി കൊടുക്കുന്ന രോഗമുള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ് അബ്ബേ എല്ലും ഒരുങ്ങുന്ന രോഗമുള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ
റഹ്മാനെ. റബ്ബേ എല്ലും ഒരുങ്ങുന്ന രോഗമുള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ എല്ലും ഒരുങ്ങുന്ന രോഗമുള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. രക്തം കട്ടയാകുന്ന രോഗമുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം അല്ലാഹ്. റബ്ബേ അറച്ചി ഒരുങ്ങുന്ന രോഗമുള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ അറച്ചി ഒരുങ്ങുന്ന രോഗമുള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. ഷുഗർ അധികരിച്ചവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. പ്രഷർ അധികരിച്ചവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. കൊളസ്ട്രോൾ അധികരിച്ചവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ തലവേദന മൈഗ്രൈൻ ഉള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. റഹ്മാനെ കണ്ണിന് തുരുതുരാ വെള്ളം നിൽക്ക് ശിഫ കൊടുക്കണം അല്ലാഹ്. കണ്ണിന് തിമിരമുള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. കണ്ണിന് തിമിരമുള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. കണ്ണിന് തിമിരമുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. കൈകാലുകൾ വളർന്നുള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. കൈകാലുകൾ തളർച്ചയുള്ളവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ നടുവേദന, മുട്ടുവേദന, കാലുവേദന പോലോത്ത ജസദിലുള്ള ഓരോ അവയവങ്ങൾ വേദന വന്ന് റബ്ബേ ഓരോ അവയവങ്ങൾ വെട്ടിമുറിച്ചും ഓപ്പറേഷൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഇങ്ങനെ പറയപ്പെട്ടതും അറിയപ്പെട്ടതും പറയപ്പെടാത്തതുമായ മാരകമായ രോഗം തന്ന സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റൽ ചെലവഴിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ യജമാനനാ, ഞങ്ങൾ അടിമകളാണ്. നിനക്കെല്ലാം നിൽക്കും പരീക്ഷിക്കാനുള്ള അധികാരമുണ്ട് റബ്ബേ. ഇങ്ങനെയുള്ള മാരകമായ രോഗം തന്നിട്ടു പ്രകൃതിക്ഷോഭങ്ങൾ തോന്നിക്കും ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. നീ ഖായിബാക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിന് വേണ്ടി ആഹോരാത്രം പ്രവർത്തിച്ചതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, പിന്നെ മഹല്ല് നിവാസികൾ, സംഭാവനയായിട്ടും ശാരീരികമായിട്ടും മാനസികമായി സഹകരിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ. ഇഫാ ശൈഖ് തങ്ങളെ മദദ്, നസ്ർ, നദർ ഇവർക്കും ഞങ്ങൾക്കും ജീവിതത്തിലുടനീളം നീ നൽകണം അല്ലാഹ്. ബദരീങ്ങളെ സഹായം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബ് എത്രയോ പ്രവാസികൾ ഈ മജ്ലിസിൽ തന്നെ ഉമ്മവങ്ങന്മാർ, ജ്യേഷ്ഠന്മാർ, കൂട്ടുകുടുംബക്കാർ പ്രവാസ ജീവിതം വഹിക്കുന്നവരുണ്ട്. റബ്ബേ അവർക്ക് നീ ഫത്ഹ് നൽകണം റഹ്മാനെ. പല നിലക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിസയില്ലായ്മ, തൊഴിലില്ലായ്മ, അതുപോലെ റബ്ബേ ഈ കാമില്ലായ്മ, പാസ്പോർട്ട് ഇല്ലായ്മ, അവർക്ക് അതിൻ്റെതായ ഫത്ഹുകൾ നൽകണം അല്ലാഹ്. സ്വദേശിവൽക്കരണം അങ്ങനെ നിയമങ്ങളെല്ലാം നീ സഹലാക്കി കൊടുക്കണം റഹ്മാനെ. നീ ഫതഹാക്കി കൊടുക്കണം അല്ലാഹ്. ഖൽബ് നീ ശുദ്ധീകരിക്കണം റഹ്മാനെ. നിന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഉൾപ്പെടുത്തണം റഹ്മാനെ. എത്രയോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട് ഈ മജ്ലിസിലുണ്ട്. അല്ലാതെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരി അല്ലാഹ്. നീ ഖൈറായ ജോലി നീ നൽകണം റഹ്മാനെ. ഉള്ള ജോലി നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഉള്ള കച്ചവടത്തിലും ബിസിനസ്സിലും ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. കച്ചവടം തുടങ്ങിയിട്ടും ബിസിനസ് തുടങ്ങിയിട്ടും ഒരു പുരോഗതി ഇല്ലാതെ എത്രയോ മുഅ്മിനീങ്ങൾ റബ്ബേ നീ ഖൈറായ പുരോഗതി അവർക്ക് നീ നൽകണം റഹ്മാനെ. അതിനെല്ലാ തടസ്സങ്ങൾ, സിഹ്റും കണ്ണേറും ശൈത്വാനിയത്തും റൂഹാനിയത്തിന്റെയും നിയമത്തിന്റെ തടസ്സങ്ങളെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. നീ ഫതഹാക്കി കൊടുക്കണം അല്ലാഹ്. നീ ഫതഹാക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബി മജ്ലിസിൽ ഓരോരുത്തരുടെ പേര്, വീട്, നാട് നിനക്കറിയാം റബ്ബേ. സ്ത്രീകളിലും കുട്ടികളിലും വലിയവരെ ആലിമീങ്ങളും ഉസ്താദന്മാരും ഈ മജ്ലിസിലുണ്ട് അല്ലാഹ്. അവരെല്ലാം കൂട്ടുകുടുംബ ജീവിതത്തിലും ഭാര്യ ഭർത്തൃ ജീവിതത്തിലും വാഹന മുതലിനും കച്ചവട ബിസിനസ്സിലും മക്കളിലും എല്ലാം നീ ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. റഹ്മാനെ എത്രയോ ദമ്പതിമാർ ത്വലാഖ്, ഫസ്ഖ്, ഖുൽഉ ചൊല്ലിയവരുണ്ട്. ഖൈറായ ജീവിതം നൽകണം റഹ്മാനെ. എത്രയോ ദമ്പതിമാർ നിസ്സാര വിഷയത്തിന്റെ പേരിൽ റബ്ബേ ഫിർഖത്തായി ജീവിക്കാൻ ഉദ്ദേശിച്ചവർ നീ ഖൈറായ ജീവിതം അവർക്ക് നീ നൽകണം അല്ലാഹ്. എത്രയോ ദമ്പതിമാർ റബ്ബേ ത്വലാഖ്, ഫസ്ഖിന്റെ വക്കിലെത്തിയവരുണ്ട്. അവർക്കും നീ ഖൈറായ ജീവിതം നൽകണം റഹ്മാനെ. എന്തൊരു ചണ്ടിച്ചവറായ കാലഘട്ടം റബ്ബേ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, ആൺകുട്ടികൾ കല്യാണം കഴിയാൻ ഖൈറായ ജീവിതം നീ നൽകണം റഹ്മാനെ. റബ്ബേ കഴിച്ചാ പോരാ, ഖൈറായ സന്താനങ്ങൾ നൽകണം റഹ്മാനെ. കടമില്ലാത്ത രൂപത്തിൽ നീ കഴിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. എത്രയോ പറഞ്ഞു വെച്ച് കല്യാണ സന്തോഷ ഇസ്സത്തിലും നീ കഴിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. നീ
നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാന്. നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാന്. അബ്ബേ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നീ ഖൈറായ വീട് കൊടുക്കണം റഹ്മാന്. ഉള്ള വീട്ടിൽ നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. വീടിന് വേണ്ടി കുറ്റിയടിച്ചിട്ട് പെട്ടെന്ന് പണി പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാന്. വീടിന്റെ പണി പകുതിയാ നീ ഫതഹാക്കി കൊടുക്കണം റഹ്മാന്. വീടിന് വേണ്ടി സ്ഥലം നോക്കുന്നവർക്ക് നീ ഫതഹാക്കി കൊടുക്കണം റഹ്മാന്. റഹ്മാനായ നീ ഫതഹാക്കി കൊടുക്കണം റഹ്മാന്. റഹ്മാനായ നീ ഫതഹാക്കി കൊടുക്കണം റഹ്മാന്. റഹ്മാനായ നീ ഫതഹാക്കി കൊടുക്കണം റഹ്മാന്. എത്രയോ കൊല്ലങ്ങളോളം വാടക വീട്ട് താമസിക്കുന്നവർ യതീമായിട്ടും പാവപ്പെട്ട് എന്ന് പറഞ്ഞു അല്ലാഹ് കണ്ണ് ചിമ്മുന്നതിന്റെ മുമ്പ് ആ ദുന്യാവിലാശ നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. ഇസ്സത്തുള്ള ജീവിതം അവർക്കും ഞങ്ങൾക്കും നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. റഹ്മാനായ കടം കൊണ്ട് വലന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അബ്ബേ നീ കൊടുക്കാനുള്ള സന്മനസ് നൽകണം അല്ലാഹ്. കടം വാങ്ങി തിരിച്ചേൽപ്പിക്കാത്തവർക്ക് നീ കൊടുക്കാനുള്ള സന്മനസ് നൽകണം റഹ്മാനെ. അബ്ബേ ഞങ്ങളെ ദുന്യവിയായ ഉഖ്റവിയായ കടങ്ങൾ വീട്ടിൽ തരണം റഹ്മാനെ. കടത്തോളം മരണമോ ജീവിതമോ നീ വിധിക്കല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന ദീന്റെ ഖിദ്മത്തും ഞങ്ങളെ കുട്ടികളും സ്കൂൾ മദ്രസ സഫർ സിയാറത്ത് ജോലിയാർത്ഥം എല്ലാം പോകുന്ന വാഹനത്തിലല്ലേ ഉദ്ദേശം ഞങ്ങളെത്തിക്കണം റഹ്മാനെ. എല്ലാവിധ വാഹന അപകട മരണങ്ങളെ തൊട്ട് നീ സലാമത്താക്കി തരണം അല്ലാഹ്. നീ സലാമത്താക്കി തരണം അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. دعاني خائبك الله ودني دعاني خائبك الرحمن دعاني خائبك الرحمن دعاني خائبك الرحمن റഹ്മാൻ അറബി മജ്ലിസിന് വേണ്ടി തബറുക്ക് ഭക്ഷണത്തിന് വേണ്ടി അർച്ചയും മരിയും അതുപോലെ സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ. ആരാ ഭക്ഷണം ഭക്ഷിക്കുന്നുവോ അവരെല്ലാം റഹ്മാനെ. എത്ര മക്കളില്ലാതെ കഷ്ടപ്പെടുന്നു നീ ഖൈറായ സന്താനങ്ങൾ നൽകണം റഹ്മാനെ. പോരാത്തീനും മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. അബ്ബേ ലഹരി കഞ്ചാവ് സിന വിചാരം ലോണ് പോലത്തെ ഹറാമിയത്തിനെ തൊട്ട് ഞങ്ങളെ ഭാര്യ മക്കൾ കൂട്ടുകുടുംബം ഈ മജ്ലിസിലുള്ള ഓരോരുത്തരെ തൊട്ടും നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ അഹ്ലുസ്സുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് സയ്യിദന്മാർ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും ഖൈറും ബറകത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. അഹ്ലുസ്സുന്ന വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഇവരെയും ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അതിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെല്ലാം ക്ഷുദ്ര ശക്തികളുണ്ടോ എല്ലാ നിലക്കും അവരെ നീ ഫിർഖത്താക്കണം റഹ്മാനെ. യാതൊരു നിലക്കും അവരെ നീ യോജിപ്പിനാക്കല്ല അല്ലാഹ്. അബ്ബേ സിഹ്റന്മാരെ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. സിഹ്ർ കൊണ്ട് കുടുംബം തന്നെ നശിപ്പിക്കല്ല അല്ലാഹ്. സിഹ്ർ കൊണ്ട് ഭാര്യ ഭർത്തൃ ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് കൂട്ടുകുടുംബം വന്ന ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് മക്കളെ മാതാപിതാക്കളും വന്ന ഫിർഖത്താക്കല്ല അല്ലാഹ്. സിഹ്ർ കൊണ്ട് ജ്യേഷ്ഠന്മാർ തമ്മിൽ വന്ന ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് മക്കളും മാതാപിതാക്കളും വന്ന ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ സുന്നത്തമാത്തിന്റെ ദർസുകളും പള്ളി സ്ഥാപനങ്ങളും നശിപ്പിക്കല്ല അല്ലാഹ്. സിഹ്ർ കൊണ്ട് ഇങ്ങനെയുള്ള മജ്ലിസിൽ തമ്മിൽ നീ ഫിർഖത്താക്കല്ല റഹ്മാനെ. അബ്ബേ സിഹ്ർ ആര് ചെയ്തുവോ ചെയ്തവരിലേക്ക് തന്നെ നീ മണക്കണം റഹ്മാനെ. അബ്ബേ സിഹ്ർ പോലോത്തതോ കണ്ണർ പോലോത്തതോ ശൈത്വാനിയത്തിന്റെ ഷർറോ റൂഹാനിയത്തിന്റെ ഷർറോ ഞങ്ങളെ ഭാര്യ മക്കള് കൂട്ടുകുടുംബം ഈ മജ്ലിസുള്ള ഓരോരുത്തരുടെ വാഹന മുതലുകളിലടക്കം ഉണ്ടെങ്കിൽ നീ ബാത്തുരാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ബാത്തിലാക്കിയാൽ ബാത്തിനാവുന്ന കാര്യമല്ല. ഞങ്ങൾ ഓന്ന ഖുർആൻ ശരീഫും ദിക്റും സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. അപ്പൊ ഞങ്ങൾ പഠിച്ച ദർസുകൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന ദർസുകൾ താജുൽ ഉലമന്റെ പഠിത്തത്തെ ഖുറത്ത് ദർസ് അൽ മക്കർ മർക്കദ് സഅദിയ അങ്ങനെ അടങ്ങുന്ന സ്ഥാപനം നീ ഖിയാമം വരെ നിലനിർത്തി തരണം റഹ്മാനെ. അതിനെ സഹായിച്ചവരെ നീ സഹായിക്കാം അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. പ്രത്യേകിച്ച് ഈ മജ്ലിസിന് വേണ്ടി ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് സഹായിച്ചു. കല്ലും സിമന്റും സമ്പത്തെല്ലാം സഹായിച്ചവർ നീ സഹായിക്കണം റഹ്മാനെ. അവർക്കെല്ലാം കൊടുത്ത
അടുത്ത വാഗ്ദാനം ദുആ മാത്രമാണ്. അല്ലാ, ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് അവർക്ക് നീ ഫതഹ് നൽകാം റഹ്മാനെ. ഈ മജ്ലിസിൽ ഖിയാമം വരെ നടക്കുന്ന റാത്തീബിന്റെ ഫദ്ല് കൊണ്ട് എല്ലാ കാര്യങ്ങളും മല പോലെ വരുന്നത് മഞ്ഞ് പോലെ അവർക്കും ഞങ്ങൾക്കും നീയാക്കി തരണം റഹ്മാനെ. ഈ മജ്ലിസിനെ നേതൃത്വം നിൽക്കുന്ന ഇതിന്റെ ഇഖ്വാനീങ്ങൾക്ക് നീ ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നൽകണം അല്ലാ. അവരെ കച്ചവടത്തിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, കൂട്ടുകുടുംബ ജീവിതത്തിലാവട്ടെ, ഭാര്യ ഭർത്തൃ ജീവിതത്തിലാവട്ടെ, വാഹനത്തിലാവട്ടെ, മുതലിലാവട്ടെ, നീ ബർക്കത്തും നിഅമത്തും നീ ഈ മജ്ലിസ് മാഫാക്കി റബ്ബേ ദുആ നീ الرحمن وعاني خائبك الرحمن وعاني خائبك الرحمن റഹ്മാൻ ഈ മജ്ലിസിൽ വെച്ചുകൂടെ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അവരെ കച്ചവടത്തിലും കൂട്ടുകുടുംബ ജീവിതത്തിലും ഭാര്യ ഭർത്തൃ ജീവിതത്തിലും വാഹന മുതലിലും നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഇൽമിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. റബ്ബേ ഇൽമിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ആഫിയത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ബർക്കത്തില്ലാത്തൊരു ജീവിതം നീ നൽകല്ല അല്ലാഹ്. റബ്ബേ കണ്ണുണ്ട് കാഴ്ചയില്ലാത്തൊരു കാഴ്ച പ്രദാനം ചെയ്യണം റഹ്മാനെ, ചെവിയുണ്ട് കേൾവിയില്ലാത്തൊരു കേൾവി പ്രദാനം ചെയ്യണം റഹ്മാനെ, നാവുണ്ട് സംസാരം പ്രദാനം ചെയ്യണം റഹ്മാനെ. ശബ്ദത്തിന് കോട്ടമുള്ളവർക്ക് നീ ശിഫ കൊടുക്കാം അല്ലാഹ്, സംസാരത്തിന് അടർച്ചയുള്ളവർക്ക് നീ ശിഫ കൊടുക്കാം റഹ്മാനെ. റഹ്മാനായ റബ്ബേ എല്ലാവിധ കണ്ണേറുകളെ തൊട്ടും ശൈത്വാന്റെ ശർറ് തൊട്ടും റൂഹാനിയത്തിന്റെ ശർറ് തൊട്ടും ഞങ്ങൾ നീ സലാമത്താക്കി തരണം അല്ലാഹ്. ഓരോ ജസദുകൾ തൊട്ടും നീ സലാമത്താക്കി തരണം റഹ്മാനെ. വള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ മുഅ്മിനീങ്ങൾ റബ്ബേ ബോറ് കുഴിച്ചിട്ടും കിണർ കുഴിച്ചിട്ടും നീ കുടിക്കാനുള്ള ഖൈറായ തഹൂറായ വെള്ളം നീ നൽകണം അല്ലാഹ്, നീ നൽകണം റഹ്മാനെ, നീ നൽകണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ സുന്നത്തമാത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം നീ പുരോഗതിയിലാക്കി തരണം റഹ്മാനെ. പ്രത്യേകിച്ച് എന്റെ ബാപ്പാന്റെ മഖാം പെട്ടെന്ന് പണി പൂർത്തീകരിച്ച റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ അതിനെ സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ, നീ സഹായിക്കണം അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന ദീന്റെ ഖിദ്മത്തും ഞങ്ങളെ കുട്ടികളും സ്കൂളിൽ മദ്രസ സഫർ സിയാറത്ത് ജോലിയാർത്ത് ആവശ്യാർത്ഥം എല്ലാം പോകുന്ന വാഹനത്തിലല്ലേ ഉദ്ദേശം ഞങ്ങൾ നീ എത്തിക്കണം റഹ്മാനെ. എല്ലാവിധ വാഹന അപകട മരണങ്ങൾ തൊട്ട് നീ സലാമത്താക്കി തരണം അല്ലാഹ്. എല്ലാവിധ വാഹന അപകട മരണങ്ങൾ തൊട്ട് നീ സലാമത്താക്കി തരണം റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്, ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്, ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ, ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. റഹ്മാനായ റഹ്മത്തായ മഴ സമയത്ത് തന്നെ നീ നൽകണം റഹ്മാനെ. അതിനെ തൊട്ട് നീ പിന്തല്ല അല്ലാഹ്, നീ സലാമത്താക്കി തരണം റഹ്മാനെ. മഖബൂലും മബ്റൂറായ ഹജ്ജും റയാള തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ബൈത്തുൽ മുഖദ്ദസ് ഗൗസുൽ തങ്ങൾ അതുപോലെ ഇങ്ങനെ നടക്കുന്ന മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അതിന് സാമ്പത്തിക ശാരീരിക മാനസികമായ ഫതഹ് നൽകണം അല്ലാഹ്. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാനെ. ലഹരി കഞ്ചാവ് പോലോത്ത റഹ്മാനായ റബ്ബേ അങ്ങനെയുള്ള ഹരി പദാർത്ഥങ്ങളെ തൊട്ട് നീ സലാമത്താക്കി തരണം റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഈ മജ്ലിസ് ഖിയാമം വരെ നടത്തി തരണം റഹ്മാനെ. അതിനൊരു തടസ്സം നീ വരുത്തിക്കല്ല അല്ലാഹ്. നീ അല്ലാഹുവിനെ നേതൃത്വം നിൽക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും നീ ഫതഹ് നൽകണം റഹ്മാനെ. ഒരുപാട് സ്ത്രീകൾ ഈ മജ്ലിസിൽ വന്നവരുണ്ട്, അവർക്ക് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ രോഗം, ബ്ലീഡിംഗ് പോലോത്തത്, മെൻസസ് പോലോത്തതെല്ലാ രോഗങ്ങളും നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ്, നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ തെറ്റേന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ജനിക്കുന്ന മക്കൾ ഇപ്പോൾ കണ്ണില്ലാതെ ചെവിയില്ലാതെ കൈയില്ലാതെ കാലില്ലാതെ അംഗവികലത്തോട് നീ ജനിപ്പിക്കല്ല റഹ്മാനെ. നീ തന്നത് ഞങ്ങൾ സ്വീകരിക്കാനല്ലാതെ ഒരു വരൽ പോലും അനക്കാൻ കഴിയൂല റബ്ബേ. നീ സലാമത്താക്കി തരണം റഹ്മാനെ, നീ സലാമത്താക്കി തരണം റഹ്മാനെ, നീ സലാമത്താക്കി തരണം
റഹ്മാനെ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്, ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. റബ്ബേ സലഫിസം, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗിസം, ഫെമിനിസം, നിരീശ്വരവാദികളെ തൊട്ട് ഞങ്ങളെ കൂട്ടുകുടുംബം, ഭാര്യ മക്കളെ തൊട്ട് നീ സലാമത്താക്കി തരണം റഹ്മാനെ. അങ്ങനെ വല്ലതിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അവർക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. ശൈത്വാന്റെ ശർറിൽ പെട്ടിട്ടാവാം, ഫിത്നയിൽ പെട്ടിട്ടാവാം, നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ സലഫിസത്തിലും തബ്ലീഗിസത്തിലും പെട്ടുപോയി നാടും വീടും കുടുംബവും നശിക്കുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല അല്ലാഹ്. തഅദീം, അദബ്, വറഉള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. കിബർ നടിച്ച് നാടും വീടും സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ നേതൃത്വമാകുന്ന ആലിമീങ്ങൾക്ക്, സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, ഖുദ്വത്തുസ് സാദാത്ത്, അസ്സൈനുൽ ഉലമ, അങ്ങനെ അടങ്ങുന്ന ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും ഖൈറും ബർക്കത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. സാധുക്കളായ മുഹിബ്ബീങ്ങളായ പ്രവർത്തകരായ ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും നീ ഏറ്റി തരണം റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ആസുൽമനി ബാപ്പാന്റെ എല്ലാം മദദ്, നസ്ർ, നവർ ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണം അല്ലാഹ്. കള്ള ശൈഖന്മാരെ തൊട്ടും കള്ള ത്വരീഖത്തിനെ തൊട്ടും നീ സലാമത്താക്കി തരണം റഹ്മാനെ. യഥാർത്ഥ ത്വരീഖത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക്, ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. മരണപ്പെട്ടവരെ ബർസഖിയായ ജീവിതം അവർക്ക് ഞങ്ങൾ സന്തോഷാക്കി തരണം അല്ലാഹ്. അവരെ ഖബർ ഞങ്ങളെ ഖബറും നീ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനെ. അവരെ ഖബർ ഞങ്ങളെ ഖബറും നീ കുടുസാക്കൽ റഹ്മാനെ. അവരെ ഖബർ ഞങ്ങളെ ഖബറും നീ തീയാലും പുകയാലും നീയാക്കൽ റഹ്മാനെ. അവരെ ഖബർ ഞങ്ങളെ ഖബർ നൂറാനിയത്തോടെ പുതക്കണം റഹ്മാനെ. ദുനിയാവിലെല്ലാവരുടെ സഹായം ഉണ്ടാവും, ഖബറിൽ നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹ് ഖബറിൽ ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും സ്വാലിഹീങ്ങളോട് നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. സ്വാലിഹീങ്ങളോട് ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കിതാബ് നീ ബലം കേൾത്തണം റഹ്മാനെ. ഇടങ്കൽ നീ തരല്ല അല്ലാഹ്. വല്ലത് നീ മായ്ച്ചു കളയണം റഹ്മാനെ. റബ്ബേ ഖബർ വിജയിച്ചാൽ ആഖിറം വിജയിച്ചു, ഖബർ പരാജയപ്പെട്ടാൽ ആഖിറം പരാജയം. റബ്ബേ ഞങ്ങളെ നീ വിജയികൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. നീ പരാജയം നീ പെടുത്തല്ല അല്ലാഹ്. അതിന് ഈ വിജയത്തിന് വേണ്ടിയാണ് നിമിഷമുള്ള നട്ടോട്ടമുള്ള ഞങ്ങൾ ഓരോരുത്തരും ജീവിതം. റബ്ബേ ഞങ്ങളെ നീ വിജയികൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം അല്ലാഹ്. ദുനിയാവിൽ പല നിലക്കുള്ള നിഅമത്തുണ്ടാകും, എല്ലാവരുടെ സഹായം ഉണ്ടാകും, പല നിലക്കുള്ള പദവി സംഭവിക്കും. പക്ഷെ നിന്റെ അടുത്തുള്ള പദവി ഞങ്ങൾ തന്നാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. റബ്ബേ നീ തന്ന നിഅമത്ത് സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, ആഫിയത്താവട്ടെ, അതെല്ലാം നിന്റെ ദീന്റെ ഖിദ്മത്തിൽ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബേ തന്ന സമ്പത്ത് ബഖലത്തരം കാണിച്ച് മുതൽ ഹിസാബ് പറയുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. ആലിമീങ്ങൾ നീ ദുനിയവിയായ കോലം കെട്ടുന്ന ആലിമ നീയാക്കല്ല റഹ്മാനെ. റബ്ബേ നിന്നെ പേടിച്ച് ഭയപ്പെട്ട് തഖ്വ ചെയ്ത് ജീവിക്കുന്ന കൂട്ടത്തിൽ അവരെയും ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ മക്കൾ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണം അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. അവർക്ക് ദുആ ചെയ്യുന്ന മക്കളാക്കണം റഹ്മാനെ. വേണ്ടാത്തരം പടക്കത്തരം പറയുന്ന മക്കളെ നീയാക്കല്ല അല്ലാഹ്. മാതാപിതാക്കൾ ഉപകരിക്കുന്ന മക്കളെ ഞങ്ങളെയും നീയാക്കണം അല്ലാഹ്. റബ്ബേ സ്നേഹബന്ധം ഖിയാമം വരുന്ന മക്കളിൽ നീ നിലനിർത്തി തരണം റഹ്മാനെ. സ്വത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല നിലക്കുണ്ടാകുന്ന നിഅമത്തിന്റെ പേരിലോ നീ ഫിറഖത്തുള്ള ഒരു കുടുംബ ജീവിതം നീയാക്കല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ മക്കൾ നീ റബ്ബേ ദുനിയവിയായ കോലം കെട്ടുന്ന മക്കളെ നീ ആക്കല്ല റഹ്മാനെ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. എന്റെ ഉമ്മ മാതാപിതാക്കൾ നിങ്ങളോട് പറയുന്നു, അഹ്ലുസുന്ന വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിച്ചു കൊള്ളണം. ചെറുപ്പക്കാരെ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ദീനിനെ അതേ കോലം കെടുത്തരുത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. ഖിയാമം വരുന്നവരെ മുഅ്മിനീങ്ങളെ ഇവിടെ ദീൻ നിലനിർത്തും.
നിലനിൽക്കും, അതിൽ സംശയം വേണ്ടതില്ല. ഖിയാമം വരുന്നവരെ ഇവിടെ ടെക്നോളജി വർദ്ധിക്കും, അതിനും സംശയം വേണ്ടതില്ല. പക്ഷേ ഈ തന്ന ടെക്നോളജിയും നനക്കും നിങ്ങൾക്ക് തന്ന മക്കളും തനക്കും നിങ്ങൾക്ക് തന്ന ആഫിയത്തും ദീന്റെ ഖിദ്മത്തിൽ ഉപയോഗപ്പെടുത്തണം. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് മുഅ്മിനേ, ഞാനും നിങ്ങളും ദീനിനെ കളങ്കപ്പെടുത്തരുത് കേട്ടോ. സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, അതെല്ലാം ഒരു മീഡിയകളാണ്, അതൊരു കളിത്തോപ്പാണ്. ആ കളിത്തോപ്പ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം ദീൻ പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, സ്വന്തം ഭാര്യയുടേതോ സ്വന്തം പെൺമക്കളുടേതോ അല്ലെങ്കിൽ സ്വന്തത്തിന്റെയോ അത് നഗ്നമായ ഫോട്ടോ വീഡിയോ അയച്ചുകൊണ്ടുള്ള ജീവിതമുണ്ടല്ലോ, അത് തനിച്ച ഹറാമാ. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തലയിക്കെട്ട് കെട്ടിയവനാവട്ടെ, ഏത് ആലിമാവട്ടെ, ഏത് ഖാദിയാറ മോനാവട്ടെ, ഏത് കുത്തുബിന്റെ മോനാവട്ടെ, ഏത് തങ്ങളെ മക്കളാവട്ടെ, ഈ പറയുന്ന തങ്ങളാവട്ടെ, അതേ തെറ്റ് ചെയ്താൽ അള്ളാഹ് ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിന് സംശയം വേണ്ടതില്ല കേട്ടോ. സ്വന്തം ഭാര്യയുടേതോ അല്ലെങ്കിൽ സ്വന്തം മക്കളേതോ ദീനിനെ കളിവാക്കിക്കൊണ്ട് ഷോർട്ട് വീഡിയോ അയച്ചുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ടല്ലോ, അത് തനിച്ച ഹറാമാ. പോരാ, അവനവന്റെ ജീവിത രീതി ഇന്നത്തെ കാലത്തെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങളെ, അനക്കും നിങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടി? അതേ, ഒരു ഉപകാരവും ദുന്യവിയായിട്ടോ ഉഖ്റവിയായിട്ടും ഒരു ഉപകാരമില്ല മുഅ്മിനേ. അതേ, ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയ ഭാഷയിൽ പറയുന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസറേയും അതുപോലെ സിനിമാ നടന്മാരാവട്ടെ, കളിക്കാരാവട്ടെ, അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെങ്ങനെയാണോ ജീവിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ദുന്യവിയായ കോലം കെട്ടിപ്പോയാൽ ഓ മുഅ്മിനെ, അല്ലാഹ് വിടുകയില്ല കേട്ടോ. നേരത്തെ ഒരുപാട് രോഗത്തെ ഇവിടെ പറ്റി ദുആ ചെയ്തു. ആർക്കാണിത് ദുആ ചെയ്ത് മുഅ്മിനെ? ഇന്നത്തെ ഈ കാലത്ത് മുസ്ലിം ഉമ്മത്തിന് 90% മുസ്ലിം ഉമ്മത്തിനുള്ള രോഗമാണ് ഇവിടെ. ഞാൻ ഇത്രയും ദുആ ചെയ്ത് നമ്മളെ അനുഭവം പറയുകയാണ്. എത്ര ചെറുപ്പക്കാർക്ക് മുഅ്മിനീങ്ങളെ കഠിനമായ രോഗം കൊണ്ട് വലയുന്നത്. ഇന്നലെ മിനാന്ന് അനുഭവം പറയാം. ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരുടെ രോഗത്തിന്റെ അവസ്ഥ അറിയോ? ശരീരം തൊട്ട് കഴിഞ്ഞാൽ അതേ അറച്ചി ഒന്നടങ്കം ഉരുകിപ്പോയി. എന്താ കാരണം ചോദിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ പല കാരണങ്ങൾ അവിടെ പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല, ആ വ്യക്തി ദുന്യവിയായ വല്ലാത്തൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിവിടെ പറയാൻ അത് അർഹതയില്ല. അത് ഈ മജ്‌ലിസിന്റെ ഒരു ബഹുമാനക്കേടായി പോകുന്ന മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ട് ചെറുപ്പക്കാരെ നല്ലവണ്ണം ഭയന്നുകൊള്ളണം. അന്റെയും നിങ്ങളെയും ചോരത്തൾപ്പല്ല ദീൻ. അതേ, അല്ലാഹു തന്ന ആഫിയത്താവട്ടെ, ആയിസാവട്ടെ, ഈ തന്നതെല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ്. അല്ലാതെ അന്റെയും നിങ്ങളെയും അതേ സ്നേഹിക്കുന്ന സ്ത്രീകൾക്കോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെണ്ണിനോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പുരുഷനോ ചെലവഴിക്കാനുള്ളതല്ല. ഒരൊറ്റ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ദീനിന് വേണ്ടി സമർപ്പിക്കാനാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. ദുനിയാവ് അതേ പല നിലക്കും ഫിത്ന അങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് കാരണം നമ്മൾ തന്നെ. അവനവന്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലം മുൻകഴിഞ്ഞു പോയ ഇവിടുത്തെ ഒരു കാലമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത്, അവരെല്ലാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചവർ തന്നെ. പക്ഷെ മുഅ്മിനീങ്ങളെ, അവർക്ക് ആ ജീവിതത്തിൽ അല്ലാഹു ഉയർച്ച നൽകി. ഒരൊറ്റ തഖ്വയുള്ള ജീവിതമല്ലേ. അവരെ കാലഘട്ടത്തിൽ ഇവിടെ ടെക്നോളജി വർദ്ധിച്ചിട്ടില്ലേ? TV പോലോത്തതും ഈ മൈക്ക് പോലോത്തതും ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം അവരെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരതിനൊന്നും ബേക്കിലെ പോയില്ല. പകരം പഠിച്ച ഇൽമും തന്ന സമ്പത്തും അതേ അവനവന്റെ മക്കളെയും ദീന്റെ ഖിദ്മത്തിൽ ഉപയോഗപ്പെടുത്തിയപ്പോൾ അല്ലാഹു നൽകിയ ദർജയാണ് മുഅ്മിനെ എന്നുള്ള ബോധം എനക്കും നിങ്ങൾക്കും വേണം. അതേയോ മുഅ്മിനീങ്ങളെ, ഈ കർണാടക എന്നല്ല കേരളത്തിൽ വരെ അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കാൻ കാരണം ബഹുമാനപ്പെട്ട താജുൽ ഉലമയല്ലേ. ആ താജുൽ ഉലമ ഞാനും നിങ്ങൾ മറന്നു പോകരുത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളെ ഏകദേശം 1940-45 കാലഘട്ടം, അന്ന് നിങ്ങൾ ഈ കർണാടക ദക്ഷിണ കന്നഡ എടുത്തു കഴിഞ്ഞാൽ എന്ത് ഇൽമാണ് മുഅ്മിനീങ്ങളെ ഇവിടെ ഉള്ളത്? ഒരു ഇൽമും ഒരു മുഅ്മിന്റെ അടുത്തും ഉണ്ടായിട്ടില്ല. പകരം പേര് മാത്രം അബ്ദുല്ലാഹും മസ്ഊദും എന്ന് പേര് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ആ പേരിൽ ഈമാനോട് തഖ്വയോടെ ജീവിക്കാൻ മദ്രസ പോലത്തെ സംവിധാനങ്ങളും പള്ളി പോലത്തെ ഷിആറുകളും അതുപോലെ ഭൗതികപരമായി പഠിപ്പിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങളെ അവർ അഹോരാത്രം
മാത്രം പ്രവർത്തിച്ചതിന്റെ ഫതഹല്ലേ ഈ കാണുന്ന മജ്‌ലിസ് അടക്കം എന്നുള്ള ബോധം ഓ മുഅ്മിനീങ്ങളെ എന്റെ കൽബിലും നിങ്ങളെ കൽബിലും വേണം. മധ്യവയസ്കന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഇപ്പോഴത്തെ ഈ മക്കൾക്ക് ആരാണ് താജുൽ ഉലമ, ആരാണ് ഖുറത്തു സാദാത്ത്, ആരാണ് ശറഫുൽ ഉലമ എന്നൊന്നും അവരിൽ അറിയില്ല മുഅ്മിനേ. അതേ, അവർ യഥാർത്ഥത്തിൽ ഈ ദീന്റെ ഖിദ്മത്തിന് വേണ്ടി ഞാനടക്കമുള്ള നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ ബിസിനസ് കോംപ്ലക്സും എടുക്കുന്ന സമയം കൊണ്ട് അവരുടെ അതേ മധ്യ സമയത്ത് അവരുടെ യുവത്വ സമയത്ത് അവർ ആ ബിസിനസിന് വേണ്ടി പോയില്ല. പകരം ദീൻ ഇവിടെ നിലനിൽക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നാട് വീട് വീടാന്തരം നാട് നാടാന്തരം ഓരോ പ്രസംഗവും നടത്തി, ഖണ്ഡന പ്രസംഗവും നടത്തി, പാതിരാവയതും നടത്തിയല്ല മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തിയത് എന്നുള്ള ബോധം അനക്കും നിങ്ങൾക്കും കൽബിലെന്നും വേണം. ആ താജുൽ ഉലമ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ നോർത്ത് കർണാടക എടുക്കുന്നതിന്റെ അതേ സമീപനമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതിനൊരു സംശയം വേണ്ടതില്ല. അങ്ങനത്തെ താജുൽ ഉലമ ഞാനും നിങ്ങളും മറക്കരുത് കേട്ടോ. ഭദ്രമായിട്ട് അവിടുന്ന് അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് നീണ്ട 66 വർഷം അവിടുന്ന് ആ ഉള്ളാളത്ത് നിന്ന് നിയന്ത്രിച്ചുകൊണ്ട് ഓരോ മുഅ്മിനീങ്ങളിലും കൈവലം തന്നിട്ടുണ്ടെങ്കിൽ ഓ മുഅ്മിനെ ഞാനും നിങ്ങൾ അതിനെ കളയരുത്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അതേ അവനവന്റെ സ്വകാര്യ ജീവിതം അപ്ലോഡും ചെയ്ത് അള്ളാഹുവിന്റെ ദീനെ കളങ്കപ്പെടുത്തരുത് കേട്ടോ. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ ദാമ്പത്യ ജീവിതം മുതൽ തുടങ്ങുന്നു ഹറാം. എൻഗേജ്മെന്റ് പോലോത്തതും നിക്കാഹ് പോലോത്തതും എല്ലാം ഹറാമായി തുടങ്ങി മുഅ്മിനീങ്ങളെ. എൻഗേജ്മെന്റ് സുന്നത്താണ്, പക്ഷെ അതിലുള്ള നിലപാട് ഹറാമാണ്. നിക്കാഹും സുന്നത്തുണ്ട്, നിർബന്ധമുണ്ട്. ഒരു ഇമാമിന്റെ അടുത്ത് നിർബന്ധവും ശാഫി മദ്ഹബിലെ 3 ഇമാമിന്റെ അടുത്ത് നിർബന്ധമാണെങ്കിൽ ബാക്കി 3 ഇമാമിന്റെ അടുത്ത് സുന്നത്താണ്. ബാക്കി 3 മദ്ഹബിലും നിക്കാഹ് സമ്പ്രദായം നിർബന്ധമാണ്. പക്ഷേ മുഅ്മിനീങ്ങളെ ഞാനടക്കമുള്ള നിങ്ങൾ ഇന്നിപ്പോൾ നിക്കാഹ് അടക്കം ഒരു കോപ്രായത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിപ്പോയി. അല്ലാഹ് ശ്രദ്ധിക്കണം. നഊദു ബില്ലാഹ്. എന്തൊരു തെറ്റാണ് ഞാനും നിങ്ങൾ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ മഹത്തായ സുന്നത്തായ കർമ്മമല്ലേ. എൻഗേജ്മെന്റിന്റെ പേരിൽ എത്ര കോപ്രായത്തിന് മുഅ്മിനീങ്ങൾ ഇവിടെ നടക്കുന്നു. അതിന് തങ്ങളെ മക്കളും കണക്ക് തന്നെ, മൊയിലാറും കണക്ക് തന്നെ, ഖുതുബും കണക്ക് തന്നെ. ഓ സോദരാ, ഇൽമുണ്ടായത് കൊണ്ടാൽ പോരാ, അത് അവനവന്റെ സ്വന്തത്തിന് നഫ്അ ചെയ്യണം, എന്നാലേ അതിന് ഉപകാരം കിട്ടുകയുള്ളൂ. അല്ലാതെ ഞാനടക്കമുള്ള നിങ്ങൾ ഇന്നിപ്പോൾ സ്റ്റാറ്റസ് ആകുന്ന സ്റ്റാറ്റസ് ഈ പറയുന്ന തങ്ങളതാവട്ടെ, കേൾക്കുന്ന ഏത് മുസ്ലിയാരതാവട്ടെ, ആ സ്റ്റാറ്റസ് നാട് നീളെ സ്റ്റാറ്റസ് വെച്ചത് കൊണ്ട് പോരാ, സ്വന്തത്തിന് ഖൽബിൽ നഫ്അ ചെയ്യിപ്പിക്കണം, എന്നാലേ ദുനിയാവിലും ആഖിറം വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഞാൻ കൂറത്തെ തങ്ങളാളാണ്, അല്ലെങ്കിൽ ഉള്ളാളം തങ്ങളാളാണ്, അല്ലെങ്കിൽ പേരോട് ഉസ്താന്റെ ആളാണ് എന്ന ഓരോ മൊയിലാമാരുടെ പേരും പറഞ്ഞ ആളായാൽ പോരാ മുഅ്മിനീങ്ങളെ. അവനവന്റെ ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തണം. എൻഗേജ്മെന്റ് പേര് എന്തൊരു കോപ്രായത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്നത്. തനിച്ച ഹറാമല്ലേ. ഞാനും നിങ്ങളും അതേ പൊന്നു കൊടുക്കുന്നു, ഡ്രസ് കൊടുക്കുന്നു, മൊബൈൽ കൊടുക്കുന്നു. ആര് ഹലാലാക്കി തന്നു? അല്ലാഹുവിന്റെ റസൂലിന് ഹലാലില്ലാത്തൊരു ഹലാല് മുഅ്മിനീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ നിക്കാഹ് സുന്നത്താക്കിയത്. ആ ഹബീബിനില്ലാത്ത സുന്നത്ത് എവിടെയാണ് മുഅ്മിനീങ്ങളെ? അനക്കും നിങ്ങൾക്കും ഉള്ളത് എന്നുള്ള ബോധം ഓരോ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും വേണം. പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയുന്നു, സ്വന്തം മക്കളെ, മാതാപിതാക്കള് മക്കളെ സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ നരകത്തിൽ ചുട്ട് കരിക്കാനല്ല കേട്ടോ. അതേ, അപ്പുറത്തെ ഫാത്തിമയും ഇപ്പുറത്തെ ജമീലക്കും 103 പവൻ എൻഗേജ്മെന്റ് പേരിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മോൻ ഇത്ര കൊടുക്കണമെന്ന് പറഞ്ഞ് ഹറാമിന് കൂട്ട് നിൽക്കരുത് മാതാപിതാക്കള്. ഒരു കാലഘട്ടത്തിൽ മധ്യവയസ്കന്മാരാകുന്ന നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. നിങ്ങളുടെ മാതാപിതാക്കൾ അന്നത്തെ കാലത്തും ടെക്നോളജി വർദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ ടെക്നോളജി
ചോദിക്കലേ പോയില്ല. പകരം എന്താണോ ആലിമ് പറഞ്ഞത്, എന്താണോ ഉസ്താദ് പറഞ്ഞത്, എന്താണോ സയ്യിദ് പറഞ്ഞു കൊടുത്തത്, ആ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മക്കൾ ഈ മധ്യവയസ്കന്മാർ ചെറുപ്പക്കാരാണല്ലോ, അന്നത്തെ കാലത്ത് അവര് ദീൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾക്ക് ജമാഅത്താവട്ടെ, ഖുർആനോത്താവട്ടെ, ദിക്റാവട്ടെ, സ്വലാത്താവട്ടെ, അങ്ങനെയുള്ള മജ്‌ലിസിൽ നേതൃത്വം നിൽക്കലും, അങ്ങനെയുള്ള മജ്‌ലിസിൽ പങ്കെടുക്കലും, അങ്ങനെയുള്ള ഇബാദത്ത് നിങ്ങളിൽ ഉണ്ടായപ്പോൾ ഇന്ന് നിങ്ങളുടെയും നിങ്ങളെ മക്കളാകുന്ന ഞാനടക്കമുള്ള ചെറുപ്പക്കാർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്റെയും നിങ്ങളെയും ഇന്നത്തെ അവസ്ഥ എന്താണ്? ഖുർആനോത്തില്ല, ദിക്റില്ല, സ്വലാത്തില്ല, എല്ലാം ആ മൊബൈൽ ഒന്നടങ്കം കൊണ്ട് നശിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മൊബൈലും മുഅ്മിനീങ്ങളെ ആഖിറത്തിലേക്ക് വലിക്കൂല, ആഖിറത്തിലേക്ക് ആ മൊബൈൽ കൂട്ടു നിൽക്കൂല. ഞാനും നിങ്ങളും ഏത് ടെക്നോളജി ആണെങ്കിലും ആ ടെക്നോളജി എങ്ങനെ ദീനിന് ഉപയോഗപ്പെടുത്തുന്നു, എന്നാൽ ദുനിയാവും ആഖിറത്തിൽ അതിന് ഉപകാരം ഉണ്ടാകും. ഇല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ ടെക്നോളജി ഹറാമിന് ഉപയോഗപ്പെടുത്തിന, എന്നാൽ എന്റെയും നിങ്ങളെയും ദുനിയാവും ആഖിറവും അത് പരാജയമാ. ഒരു ടെക്നോളജിയും ഹറാമിന് വിധിയില്ല. ഞാനും നിങ്ങളും ഉപയോഗിക്കുന്നിടത്താണ് വിധി വരുന്നത്. അതേ ഉദാഹരണമാവട്ടെ, ഈ മൈക്ക് ഞാൻ വെക്കുന്ന വാച്ച്, ഈ മൈക്ക് ഞാൻ കെട്ടി ഇവിടുത്തെ ഓരോ ആലിമിനെയും ഓരോ ജനങ്ങളെയും ഫിത്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്കിന്റെ ഉപയോഗം ഹറാമായി. പോരാ, ഞാൻ ഉപയോഗിക്കുന്ന ഈ വാച്ചിന് ഞാൻ സമയം വെക്കുന്നു 15 മിനിറ്റ് വരെ ഇന്ന വ്യക്തിയുടെ പേരിൽ ഇന്നത് ഞാൻ ഫിത്ന പറയണം എന്ന് ഗ്രൂപ്പിലായെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടും ഫിത്ന പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വാച്ച് തങ്ങൾ കെട്ടിയാൽ ഏത് മൊയിലാറ് കെട്ടിയാലും ആ വാച്ചിന്റെ ഉപയോഗം ഹറാമായി. അങ്ങനെ ഓരോന്നിനും ഓരോ നിലപാടുണ്ട്. മുഅ്മിനീങ്ങളെ, അനക്കും നിങ്ങൾക്കും വിവരമില്ലെങ്കിൽ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളോട്, അവനവന്റെ നേതൃത്വത്തിലുള്ള ഖതീബന്മാരോട്, ഖാദിയമാരോട് ചോദിച്ച് കണ്ട് മനസ്സിലാക്കണം. അല്ലാതെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഉസ്താദന്മാരെയും തെറി പറഞ്ഞ് ഞാനും നിങ്ങളും അതേ ഇവിടെ ജീവിക്കേണ്ടതില്ല. അല്ലാഹു കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും. ഓ മുഅ്മിനേ, ഞാനും നിങ്ങളും നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. എൻഗേജ്മെന്റിന്റെ പേരിലെല്ലാം കൊടുക്കുന്ന പൊന്ന് അത് തനിച്ച ഹറാമാ. നിക്കാഹിന് കൊടുക്കുന്ന മഹറിന് ഹുക്കുമുണ്ട്, എന്നാൽ എൻഗേജ്മെന്റിന് കൊടുക്കുന്ന ഒരു പൊന്നിനും മിനിങ്ങളെ ഹുക്കുമില്ല. എക്കാലത്തും അത് ഹറാമാണ്. അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ഈ പറയുന്ന തങ്ങൾ ഈ പിതാവിന്റെ മകളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പൊന്നിട്ടെടുത്തു. അതേ 6 മാസം കഴിഞ്ഞ് നിക്കാഹ് പറയുന്നു. അങ്ങനെ 6-ാം മാസത്തിൽ ഇന്ന് ഉദാഹരണം പറഞ്ഞ ഇന്ന് എന്റെ നിക്കാഹാണെങ്കിൽ തലേന്ന് ഈ പറയപ്പെട്ട ഞാൻ ഇവിടുന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ, ഓ മുഅ്മിനേ, ഈ പിതാവിന്റെ മകൾക്ക് പൊന്ന് കൊടുത്ത പൊന്നിന് എന്താണ് ഹുക്കുമുള്ളത്? അനക്കും നിങ്ങൾക്കും ഖിസ്മത്ത് ചെയ്യാൻ കഴിയോ? ഇന്ന് പറയരുത് ഞാൻ ഭാര്യക്ക് പൊന്നിട്ട് കൊടുക്കുന്നു. ഓ മുഅ്മിനേ, ഭാര്യയാവണമെങ്കിൽ ഇവിടെ നിക്കാഹിന്റെ ഹുക്കുമ നടക്കണ്ടേ? നിക്കാഹിന്റെ ഹുക്കുമ നടക്കാതെ ലോകത്ത് ഏത് പെണ്ണും ഭാര്യയല്ല കേട്ടോ, അന്യ സ്ത്രീ തന്നെ എന്നുള്ള ബോധം ഓരോരുത്തർക്കും വേണം. അതില്ലാത്ത കാലത്തോളം, അതേ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ പുതിയ കാലമല്ലേ, പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും ദീനിനെ കളങ്കപ്പെടുത്തേണ്ട. ആ പൊന്നിന് ഹുക്കുമില്ല മുഅ്മിനേ. ഭർത്താവിന്റെ പൊന്നി എന്ന് പറഞ്ഞിട്ട് ഈ മരിച്ച പുരുഷന്റെ പേരിൽ ആ പൊന്ന് ഒരു നിലക്കും ഖിയാമം വരുന്ന മക്കളിൽ ഖിസ്മത്ത് ചെയ്യാൻ ലോകത്ത് ഒരു ഖാദിയാർക്കും അധികാരമില്ല മുഅ്മിനേ. 4 ശറഉൽ മുഅദ്ദബ് എടുത്തു കഴിഞ്ഞാൽ 4 പണ്ഡിതന്മാർ 4 മദ്ഹബിന്റെ ഹുക്കം അതിലുണ്ട്. ഇമാം നബവി രചിച്ചതല്ലേ. അതില് മുഅ്മിനീങ്ങളെ ഒരു 4 പണ്ഡിതന്മാരും 4 മദ്ഹബിന്റെ ഇമാമിരും ഈ പൊന്ന് എന്നേക്കും ഹറാമാ പറയുകയാണ്. മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ചു കൊള്ളണം. കിതാബിലുള്ളതാണ്. ഞാൻ എന്റെ ദീനല്ല ഇവിടെ പറയുന്നത്, എന്റെ നയല്ല ഇവിടെ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ, ആ ദീനാണ് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ശറഉൽ മുഹദ്ദബ് എടുത്ത് നോക്കിയാൽ കാണാം 4 പണ്ഡിതന്മാരും നിക്കാഹ് നിർബന്ധമാണ്. 3 മദ്ഹബിലും നിക്കാഹ് നിർബന്ധം. ഒരു മദ്ഹബിൽ ഷാഫി മദ്ഹബിൽ മാത്രം മുഅക്കദായ സുന്നത്ത്. അതിൽ തന്നെ 3 പണ്ഡിതന്മാരിൽ നിന്ന് നിർബന്ധമാണ്. പക്ഷേ
അതിനൊരു നയമുണ്ട്. ഏതാണ് നയം? അതെ, അന്യ സ്ത്രീകളടുത്ത് കല്യാണം കഴിക്കുന്നിടത്ത് മുഅ്മിനീങ്ങൾ അനക്കും നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോൾ പല രൂപത്തിൽ പെണ്ണ് കാണൽ ചടങ്ങ് എന്തൊരു ഹറാം. ഹൽവത്തിൽ കാണൽ യഥാർത്ഥ കാണേണ്ട രീതി എങ്ങനെയാണ്? ഹൽവത്തിൽ കാണണം. എന്താണ് ഹൽവത്ത്? അതായത് നഗ്നമായ സ്ഥലത്ത് പാടില്ല. ആ ഹൽവത്തിൽ നിന്ന് നഗ്നമായി കാണാൻ പാടില്ല. പകരം പെണ്ണിന്റെ വലിയുണ്ടാവണം. ആരാണ് പെണ്ണിന്റെ വലിയോ? ബാപ്പ മരണപ്പെട്ടു പോയാൽ ഉപ്പാപ്പ, ഇനി അവരും മരണപ്പെട്ടു പോയാൽ ഈ മകളെ ജ്യേഷ്ഠൻ, ഇല്ലെങ്കിലോ പ്രായപൂർത്തിയായ അനുജൻ. ഏതാണ് പ്രായപൂർത്തി? 15 വയസ്സായ പ്രായപൂർത്തി, അല്ലാണ്ട് 18 എന്നുള്ള ബോധം വേണം. എന്റെ അനുഭവം പറയുകയാ. ഇതേപോലെ ഒരു കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ തൃശ്ശൂർ എന്ന സ്ഥലത്ത്. ഞാനും എന്റെ ജൂനിയറാണ്. ആ കുട്ടിക്ക് ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു അൽഹംദുലില്ലാഹ് കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. അനുഭവം പറയുകയാണ് മുഅ്മിനെ. എന്റെ ജൂനിയർ കല്യാണത്തിന്റെ പേര് ഒരുങ്ങി. നിക്കാഹ് ഞാനും ആ സദസ്സിനുണ്ടായിട്ടുണ്ട്. നിക്കാഹ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ ഒരാളാപ്പാന്റെ മകൻ, അയാള് മൊയിലാറാണ്, അയാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഈ നിക്കാഹ് ഹറാമാണ്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്റെ ഹറാം പറയാൻ കാരണം ആ കുട്ടിയുടെ വലിയല്ല അവിടെ നിന്നത്. ആ കുട്ടിന്റെ വലിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ വലിയ ബാപ്പയുണ്ട്? ബാപ്പ ഒരു ബാപ്പാന്റെ സ്ഥാനത്ത് കണ്ടിരല്ലോ. അത് ബാപ്പയല്ല, ജ്യേഷ്ഠനുമല്ല. പിന്നെയോ അത് വേറെ ഭാര്യയിലുണ്ടാവുന്ന ജ്യേഷ്ഠനാ. അനുഭവമാണ് മുഅ്മിനെ. എന്നിട്ടോ അങ്ങനെ ചോദിച്ചറിഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അവിടെ നടന്നതോ അടുത്ത ഉസ്താദ്മാർക്കൊന്നും അറിയില്ല. ചോദിച്ചു, ഉസ്താദ് നിക്കാഹില്ല, അത് പറഞ്ഞു കൊടുത്തിന്. എന്തായാലും കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ല? ആര് കുഴപ്പമില്ല? എന്താണ് സംഗതി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പെണ്ണിന്റെ ഉപ്പ, അഥവാ ഞാൻ എന്റെ ജൂനിയറായ, ഞാൻ പഠിക്കുന്ന ദിവസത്തിൽ ഒരു 3-5 വർഷം ജൂനിയറാണ്, 4-5 വർഷത്തെ ആ വ്യക്തിയുടെ ആ ജൂനിയർ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഉപ്പ, അത് ആദ്യത്തെ ആ ബാപ്പ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കല്യാണം കഴിച്ച ആദ്യത്തെ ഭാര്യന്റെ ജ്യേഷ്ഠനാണ് നേരത്തെ എന്തിന് നിന്നത്, വലിയായിട്ട് നിന്നത് എന്ന് പറഞ്ഞു. പാടില്ലല്ലോ. അനുജനുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ ഭാര്യ, അപ്പൊ ആദ്യത്തെ ഭാര്യ അത് മരിച്ചു പോയിട്ടുണ്ട്, ബാപ്പിയും മരിച്ചു പോയിട്ടുണ്ട്. രണ്ടാമത്തെ ഭാര്യന്റെ മകളാണ് ഇത് നടക്കുന്നത്. ആ ഭാര്യക്ക് മക്കള് അനുജനുണ്ടോ? ഈ ജ്യേഷ്ഠ ഈ നിൽക്കുന്ന നിന്റെ ഭാര്യക്ക് അനുജനുണ്ടോ? അല്ല, ഏട്ടനുണ്ടോ? ഇല്ല. അനുജനുണ്ട്. എത്ര വയസ്സ് വെച്ച്? 18 വയസ്സ്. അപ്പൊ പിന്നെ എന്ത് ഇതിന് നിൽക്കാൻ കാരണം? അതൊന്നുമല്ല, ഈ ഭാര്യന്റെ ആദ്യത്തെ മകനാണ് ഇവർക്കെല്ലാം ചെലവ് കൊടുക്കുന്നത്. അതുകൊണ്ട് ചെലവ് കൊടുക്കുന്നോണ്ട് എന്ത് പാടില്ല? അവർക്കൊരു മോശമല്ലേ? വല്ല കല്യാണത്തിന് ചെലവ് നിൽക്കുമ്പോ കൈ കൊടുക്കാന്ന്, ഏട്ടൻ അനുജൻ കൈ കൊടുക്കാന്ന് പറയുമ്പോ ഒരു മോശമല്ലേ എന്ന് കരുതിയിട്ട് ആ ഏട്ടനെ നിർത്തിയതാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെല്ല മൊയിലാറെന്ന് നേരത്തെ ഇത് പറയണ്ടേ? ഓൻ ഹറാമല്ലേ ഇപ്പൊ ചെയ്യാൻ പോകും? ചെയ്യാമെന്നാൾ വരെ ഓൻ ഹറാമല്ലേ? വരുന്ന മക്കൾ ഹറാം. എന്തിന് ഇമാമത്ത് നീക്കാൻ പറ്റും? ഇമാമത്തിന് പറ്റോ? അതുപോലെ തന്നെ പിന്നെ ഹല്ലല്ലഖദിന് പറ്റോ? കരാറിന് പറ്റോ? ഒന്നിനും പറ്റൂലാലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ അനുജൻ ഉണ്ട് ഇവിടെ വെച്ച്? ആ ഉണ്ട്. എവിടെ ഉള്ളു വെച്ച്? അപ്പുറം എടുത്തുണ്ട് പറഞ്ഞു. ആടുക്കട്ടെ. അപ്പൊ എനിക്ക് ഈ ചങ്ങായിന്റെ നമ്പർ എന്റെ അടുത്തുണ്ട്. ഉടനെ ആ ഫോൺ വിളിച്ചു. എടോ താൻ എവിടെ ഉള്ളടോ? ഞാൻ മുകളിലുണ്ട്. മഹർ ഇട്ടെടുക്കാൻ പോകുന്ന ഇട്ടെടുക്കല്ലാറുണ്ട്. അതെന്തേ? അല്ല, നിങ്ങൾ താൻ ഇപ്പം വരണം എന്ന് പറഞ്ഞു. തങ്ങളെ ഇട്ടെടുക്കരുത്, എനക്ക് പൊരുത്തില്ല, താൻ വരണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ കേട്ടപ്പോ ആ ആൾക്കാരെ നോക്കി ഇനി വന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ലടോ തനിക്കറിയില്ല ഈ കാര്യങ്ങളൊന്നും? ചെറിയൊരു നിക്കാഹിനുള്ള മിസ്റ്റേക്ക് വരുന്നിട്ടുണ്ട്. എന്തേ ചോദിച്ചു. ഇവിടെ ഇങ്ങനെ ഹറാം നടന്നിട്ടുണ്ട്. എന്താ ഹറാമ? നിങ്ങള് അങ്ങനെ ഒരു വിഷയം അപ്പൊ എന്താക്കും? ഒന്നാക്കാനില്ല. താനൊരു പണിയാക്കി. ഈ ആങ്ങളുടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ നിന്റെ ഭാര്യന്റെ ആങ്ങളില്ലേ? നിനക്കറിയോ? അറിയും. ഓനെ വിളിക്കുന്ന. ഓനെ വിളിച്ചു കൊണ്ടുവന്ന് എന്റെ കാറിൽ ഇരുത്തിയിട്ട്, ഞാൻ ഇതേ ജൂനിയറിൽ ഒരു ഉസ്താദ് ഉണ്ട്, ആ ഉസ്താദിനെ വിളിച്ചിരുത്തിയിട്ട് മുഅ്മിനീങ്ങളെ രണ്ടാമത് നിക്കാഹ് ചെയ്തു. ഇത് എന്റെ അനുഭവം, വേറെ ആരനുഭവം അല്ല പറയും. ഇങ്ങനെ എത്ര ഹറാം നടക്കുന്നത് ആലോചിച്ചു നോക്കി. നിങ്ങൾ എന്താ വിചാരിച്ച് നിക്കാഹ് ജീവിതം നിങ്ങൾക്ക് തോന്നിയ പോലെ ഉള്ളതെന്നാ?
പേരുങ്ങൾ ഈ നിക്കാഹ് കൊണ്ട് എന്തെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ഈ മഹർ ഇട്ട് കൊടുക്കുന്ന ഇപ്പൊ തുടങ്ങിയ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഈ മഹർ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഈ പെണ്ണിനിട്ടിട്ട് മറ്റേ ബമ്മ ഇടുന്ന പോലെ ഈ ഹൈന്ദവ ആൾക്കാർ പ്രതിമത്തിന് പുഷ്പാർച്ചന നടക്കല്ലോ, അതേപോലെ നമ്മളെ ഭാര്യനെ ഈ സെന്ററിൽ കൊണ്ടുപോയിട്ട് പെരും ഷാളിട്ട് കൊടുക്കുക. എന്തിന്റെ പിരാന്ത്, എന്ത് കുന്തങ്ങ കയ്യിലുള്ളത്, എന്ത് ദീനാളുള്ളത്, തനിച്ച ഹറാമല്ലത്. മാതാപിതാക്കളെ നിങ്ങൾ 18 വയസ്സ് പോറ്റി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ആ പോറ്റി തീയിൽ ഉപകാരപ്പെടണോ എന്നാ പറയുന്ന തീം പറഞ്ഞ പോലെ ചെയ്തോ. ഇല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ കൊണ്ട് അള്ള ഉപകാരം തരൂല. കാരണം അള്ള പറഞ്ഞ ദീനെതിരെ പ്രവർത്തിച്ചപ്പോൾ എന്തിന് മാതാപിതാക്കൾക്ക് ഞാൻ ആ മകൾ ഉപയോഗപ്പെടുത്തണം എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ട്. മുഅ്മിനെ, നമ്മൾ അനുഭവം പറയുന്നത് എന്റെ അനുഭവം പറയാൻ ഇങ്ങനെ എത്ര എന്റെ അനുഭവത്തിലുണ്ട്, എത്രയുണ്ട്. മുഅ്മിനീങ്ങളെ എന്തിനീ കല്യാണം നിക്കാഹ് നടത്തുന്നതന്നെ എന്തിനാ? ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ നിലപാട് അടിസ്ഥാനത്തിൽ ഈടുള്ള എല്ലാ പെണ്ണും നമുക്ക് ഹലാലാണ് അല്ലെ തന്നെ. കാരണം ഇപ്പോഴത്തെ എൻഗേജ്മെന്റ് അത് വലിയ സംഭവം. അനക്കിപ്പോ എന്റെ ഭാര്യ നിങ്ങൾക്കും വരാം, എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും പോവാം. കാരണം അത് ചെയ്താൽ മതി. വല്ലാത്തൊരു കൗമ് മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾ ചോറല്ല ചപ്പവുന്നു. നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നല്ല പറഞ്ഞതിന്റെ അടുത്ത് 100% മുസ്ലിം ഉമ്മത്താണ് ചെയ്യുന്നുള്ള അനുഭവം പറഞ്ഞു പറയാണ്. എത്ര ത്വലാഖ്, എത്ര ഫസ്ക് നടക്കുന്നു. ഇന്ന് ഗലേശയിൽ 20 ത്വലാഖിന്റെ അവസ്ഥയിലേക്ക് വന്നിട്ട് 15 സുൽഹായി, 5 ത്വലാഖ് കൊടുത്തു. അനുഭവം ഇങ്ങനെ കഴിഞ്ഞ ഓരോ വ്യാഴാഴ്ച ഇതേപോലെ ഉണ്ടാവും പുറത്തു. എത്ര ഈ നാട്ടിൽ തന്നെ 4-5 വന്നു. നിങ്ങളെ കൃഷ്ണാപുരത്ത് ഇവിടെ ഉള്ളാത്ത തന്നെ പണി, വേറെ പണിയൊന്നും. ഇന്ന് ഇപ്പൊ രാവിലെ ഇപ്പൊ ഇവിടുന്ന് ഒരാൾ പറഞ്ഞു ഒരു വിഷയത്തേക്ക് ത്വലാഖിന്റെ അവസ്ഥ. 31 വയസ്സായ കല്യാണം കഴിച്ച് 30 വർഷമായി ത്വലാഖിലേക്ക്. എന്ത് പിരാന്ത് എനിക്കുള്ളൂ. ആലോചിച്ച് നോക്കിയ ദീന്റെ ഒരു അവസ്ഥ. അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ. തോന്നിയതുപോലെ ജീവിക്കല്ല. അള്ളാഹു കഠിനമായ ശിക്ഷക്ക് വിധേയാക്കാണ്. എൻഗേജ്മെന്റ് പേരിൽ നിങ്ങൾ ഈ നാടിന്റെ തൊട്ടപ്പുറത്തല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിലെ വരെ പെണ്ണിനൊരു കുഴപ്പമില്ല. ഉച്ചക്ക് ഈ പെണ്ണിന്റെ ബാപ്പാക്ക് ഇല്ലാത്ത കൊട്ടാരി, അടിയിൽ മൊത്തം സൂപ്പർ മാർക്കറ്റ്, മുകളിൽ കൊട്ടാരം പോലത്തെ വീട്. ഈ നാടിന്റെ തൊട്ടപ്പുറ സ്ഥലം പേര് വരാചരക്കും നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, അതിന്റെ ആവശ്യവും ഇല്ല. ഇരിക്കട്ടെ, ആ പെണ്ണിന്റെ അതേ ഒറ്റ മോളേ ഉള്ളൂ. ആ മോളോട് ചോദിച്ചപ്പം ഇവർക്കെല്ലാം ഉണ്ട്, പക്ഷെ മോക്ക് 22 വയസ്സായി. എന്തായാലും എന്റെ മോളെ ഇപ്പോഴത്തെ കാലം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ പാട്ടും കൂത്താട്ടും എല്ലാം ഉണ്ട് കഴിച്ചു കൊടുത്തിട്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിനി. ചോദിച്ചപ്പോ പറഞ്ഞു, പെണ്ണെ ഇത് ചെയ്യാൻ പാടില്ലല്ലോ, ഹറാമല്ലേ, ഇപ്പോഴത്തെ കാലല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിസാരപ്പെടുത്തി. ആ നിസാരം മുഅ്മിനീങ്ങളെ ആ സ്ത്രീയിൽ കണ്ടതറിയോ? ഈ 22 വയസ്സായ പെൺകുട്ടിക്ക് രാത്രി വരെ ഒരു കുഴപ്പവും ഇല്ല. പിറ്റേന്ന് രാവിലെ ഈ പെൺകുട്ടി എണീക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് അഖലില്ല. അള്ളാഹു അഖിലെടുത്തോണ്ട് കളഞ്ഞു. സ്വന്തം ഡ്രസ് ഊരി വലിച്ച് ഇറങ്ങി ഓടാൻ തുടങ്ങി. ആ ഇറങ്ങി ഓടത്തുന്ന പബ്ലിക് നഗ്നമായിട്ട് ആ പെണ്ണിനെ ഈ മാതാപിതാക്കൾ എടുത്ത് റൂമിൽ കൊണ്ടുവന്നു. ചോദിക്കുമ്പോൾ പേര് വിളിച്ചു. ആ പേര് വിളിച്ചപ്പോ ആരടാ നീ എന്ന് ചോദിച്ചു. നീ എന്താന്നടാ ചോദിച്ചു. നീ എന്നെ പിടിക്കാൻ ആരടാ എന്ന് ചോദിച്ചു. ആലോചിച്ചു നോക്ക് മുഅ്മിനെ, തലേന്ന് രാത്രി വരെ സ്വന്തം പേരായ മോളല്ലേ, പിറ്റേന്ന് രാവിലെ ഈ മകൾക്ക് മാതാവില്ല, പിതാവില്ല, ജ്യേഷ്ഠനില്ല, അനുജനില്ല, ഉസ്താദില്ല, ആലിമില്ല, സയ്യിദില്ല. എന്താ കാരണം? അഖല് അല്ലാഹു എടുത്തണ്ട് കളഞ്ഞു. അനുഭവം പറയുകയാ. ഞാൻ ആ വീട്ടിൽ പോയതാണ്, അതുകൊണ്ട് പറയാണ് മുഅ്മിനെ. ഈ നാടിന് തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് ചിലക്കും അറിയായിരിക്കും അവരെ. എല്ലാ ജിയാറെ മോള് പാജിയാറ് പറഞ്ഞിട്ട് കാര്യമില്ല. മകള് തെറ്റിയതല്ല പരീക്ഷിക്കും, അതിന് സംശയമില്ല. അള്ളാഹു കൊടുത്ത ശിക്ഷ ആലോചിച്ചു നോക്കും. ഇങ്ങനെ എത്ര അനുഭവം ഞങ്ങളിലുണ്ട്. ചെറുപ്പക്കാരെ, ഓ മാതാപിതാക്കളെ, നിങ്ങൾ എൻഗേജ്മെന്റിന്റെ ഹറാമിന് കൂട്ടു നിൽക്കരുതോ. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. നിങ്ങൾ ഹറാമിന് കൂട്ടുന്ന ശേഷം ജനിക്കുന്ന മക്കള് എന്തൊരു ശിക്ഷയിൽ അല്ലാഹു ജനിപ്പിക്കുന്നു. കുട്ടിക്ക് ചെവിയില്ല, കൈയില്ല, കാലില്ല, ഉടലില്ല, അതില്ല. അങ്ങനെ നമ്മുടെ അനുഭവത്തിലുണ്ട്. ബാപ്പാന്റെ അനുഭവത്തിലും കണ്ടിനി, സ്വന്തം അനുഭവത്തിൽ. ഈ നാടിന്റെ രണ്ടപ്പുറം പോയിക്കേന്റെ ഒരു ജുമാ തുടങ്ങുന്ന സമയത്ത് ഒരു മാതാവ് പിതാവ് ഒരു ചെറിയ പിഞ്ചു മക്കളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ കൊണ്ടുവന്ന കൊണ്ട് നമ്മളെ കണ്ണുന്ന് വരെ കണ്ണെന്ന് വെള്ളം വന്നു പോയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് മക്കളില്ലാതെ കഷ്ടപ്പെട്ടു
അവസ്ഥപ്പെടുന്നത് വേറെ, ഇവരെ മക്കൾ ഗർഭിണിയായിട്ട് വേറെ, ഈ കുട്ടിയോ ഈ മാതാവും പിതാവോ മക്കളെ തന്നിട്ടും വേറെ. എന്തേ നോക്കുമ്പോൾ മുഅ്മിനെ ഞാനും നിങ്ങളും അമ്മക്കുഞ്ഞിനെ വാങ്ങിക്കുന്നില്ലേ? അതുപോലെ ഈ കുട്ടിക്ക് കണ്ണിന് കണ്ണില്ല പകരം ദ്വാരം, ചെവിക്ക് ചെവിയില്ല പകരം ദ്വാരം, കൈകാലുകൾക്കില്ല പകരം ഹോൾസ് മാത്രം, മുൻദ്വാരം പിൻദ്വാരം അവയവമില്ല പകരം ഹോൾസ് മാത്രം. ആ കുട്ടിക്ക് അതേ മുഅ്മിനെ ഹൃദയമിടിപ്പുണ്ട്, ജീവനുണ്ട്. അതേ സ്കാനാകുന്ന 110 സ്കാനും ആ പെൺകുട്ടി മാതാപിതാക്കൾ നോക്കിയിട്ടുണ്ട്. ഡോക്ടർ വിധി പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷേ ജനിക്കുമ്പോൾ അള്ളാഹു കുഴപ്പമാക്കി മുഅ്മിനെ. ആലോചിച്ച് നോക്കൂ, ഇവിടെ തന്നെ സ്കാനിന് വിശ്വാസമില്ല എന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ ചോദിച്ചു, ഓ മുഅ്മിനെ, ഓ മാതാവ് പിതാവേ, ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ അല്ലാഹു വെറുതെ ശിക്ഷിക്കൂല, എന്തിനെങ്കിലും ഒരു കാരണമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നഊദു ബില്ലാഹ്, ഓ മുഅ്മിനെ, ആ പെണ്ണ് വിശദീകരിക്കുന്നു, ഞാൻ ആദ്യം കല്യാണം കഴിച്ച പുതിയാപ്പളയുണ്ട്. ആ പുതിയാപ്പളൻ ഞാൻ ഏകദേശം 2 വർഷം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ഇപ്പോഴത്തെ ഗെറ്റ് ടുഗദർ ബാക്ക് ടു ബാക്ക് നിങ്ങൾ സ്കൂളിൽ നടക്കുന്ന അതേ ഒരു പഴയ ഫ്രണ്ട്സിന് കൂടിയിട്ടുള്ള ഒരു ജീവിതമുണ്ടല്ലോ, ആ ബാക്ക് ടു ബാക്കിൽ ഞാൻ പോയിട്ട് ആ പോയ സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ചക്കൻ എനിക്ക് കണ്ടപ്പോൾ ആ ചക്കനായിട്ട് വീണ്ടും ഞാൻ സല്ലാപം തുടങ്ങി. അങ്ങനെ സല്ലപിക്കുമ്പോൾ 1 വർഷത്തോളം ഞാൻ അതേ ഈ ഭർത്താവ് കാണാതെ സല്ലാപിച്ചു. അങ്ങനെ ഈ ഭർത്താവ് എന്നെ കണ്ടതിന്റെ ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഇവനെ വേണ്ടാന്ന് ത്വലാഖ് ചൊല്ലി. എന്നിട്ടോ ഈ സല്ലപിച്ച് ജീവിച്ച ഈ ചെറുക്കനുണ്ടല്ലോ, ആ ചെറുക്കനെല്ലാ ഹറാമും 3 വർഷം നിക്കാഹ് ചെയ്യാതെ എല്ലാം അവൻ ചെയ്തു. എന്നിട്ട് മുഅ്മിനെ ചെയ്തതിനെല്ലാം ചെയ്തു, പേരിനൊരു നിക്കാഹ് ചെയ്തു. ആ നിക്കാഹ് ചെയ്തതിന് അല്ലാഹു കൊടുത്ത പരീക്ഷണമാ. ആലോചിച്ച് നോക്ക് മുഅ്മിനെ, ഇങ്ങനെ എത്ര അനുഭവം ഞങ്ങളിലുണ്ട്. അതുപോലെ ഒരു ആ പെണ്ണിനെ കല്യാണത്തിന് വേണ്ടി പറഞ്ഞിട്ട് എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം എല്ലാം ഉറപ്പിക്കാൻ ഇതുപോലെ പെണ്ണ് കാണാൻ പോയ ഒരു യതീമായ പെണ്ണിനെയാണ്. ആ പെണ്ണിനെ കാണാൻ പോയപ്പോൾ ആ ഉമ്മ പറഞ്ഞു, നീ നടക്ക്, ഇരിക്കി, കടക്കുന്നത് പറഞ്ഞു. ആ പെണ്ണ് കുറച്ച് സംസാരിച്ച് പറഞ്ഞു, എന്നെ കൊണ്ടാവൂല, ലജ്ജയുള്ളൊരു സ്ത്രീയാണ്, കാസർഗോഡ് കളനാട് ഭാഗത്ത്. അങ്ങനെ ഇരിക്കെ ഈ മാതാവ് പറഞ്ഞു, കണ്ട ചെറുക്കൻ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ചെറുക്കനുമ്മാനോട്, ചുമ്മാ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ല. എന്തേ? അതേ ഉമ്മ പറഞ്ഞു, അല്ല ചെറുക്കൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ചെറുക്കനുമ്മാനോട് വെച്ച് ഇഷ്ടപ്പെട്ടോ? ഇല്ല മോനെ, ഈ മോള് ഞാൻ പറയുമ്പോൾ സംസാരിക്കുന്നില്ല, വെറും ചിരിക്കല് മാത്രം, ഒരു ലജ്ജ കാണിക്കുന്നത്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ നിങ്ങളെ എന്നാ പിന്നെ ഉമ്മാക്ക് വേണ്ട, കനക്ക് വേണ്ടാല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ അങ്ങ് ഒഴിവാക്കി. അങ്ങനെ ആ പെണ്ണ് മുഅ്മിനീങ്ങളെ ആലോചിച്ചു കൊള്ളാം. ആ പെണ്ണിന്റെ കണ്ണുനീരിന് അല്ലാഹു കൊടുത്ത പരീക്ഷണം അറിയുമോ? അതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും ഈ ചെറുക്കൻ അടുത്ത പെണ്ണിനെ കണ്ടിട്ടെല്ലാം അപ്പുറത്തെ കോപ്രായത്തിനെ മൊത്തം കഴിച്ചു. എന്നിട്ട് പേരിന് നിക്കാഹും കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞ് അന്നത്തെ രാത്രി ഈ പെണ്ണ് ഈ ചെറുക്കനോടെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഈ പെണ്ണ് എണീക്കുമ്പോൾ പെണ്ണിന്റെ ഉള്ളിലെ നാവില്ല, പെണ്ണിന് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തേ? നേരത്തെ യതീമായ പെണ്ണിന് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് അല്ലാഹു കൊടുത്ത, കെട്ടിയ പെണ്ണിന് അല്ലാഹു കൊടുത്ത പരീക്ഷണം. അങ്ങനെ എത്ര അനുഭവം ഞങ്ങളിലുണ്ട് മുഅ്മിനെ. അതുകൊണ്ട് മാതാപിതാക്കളെ, ചെറുപ്പക്കാരെ, ഞാനും ചെറുപ്പാണ്, ഞാനും വലിയ സംഭവമല്ല, എന്റെ കൽബിനോടും നിങ്ങളോടും പറയുന്നു, ഇപ്പോഴത്തെ നിലപാട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദീനെ കളങ്കപ്പെടുത്താൻ നിൽക്കരുത് കേട്ടോ. അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും, അതിൽ സംശയം വേണ്ട. ആലിമീങ്ങൾ ചെറിയ പറയുന്നത് ശ്രദ്ധിച്ചോ, അതിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരെ, നിങ്ങൾ കമ്മിറ്റീന്റെ പേരിൽ നിങ്ങൾ ഉസ്താദന്മാർ പഠിപ്പിക്കുന്നു, ഉസ്താദന്മാർ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കമ്മിറ്റിക്കാരോട് നിങ്ങളോട് പറയുന്നു, ഉസ്താദന്മാർ 60-20 വർഷമായല്ലോ, 30 വർഷമായല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഉസ്താദിനെ നിങ്ങൾക്ക് വയസ്സ് ഇത്ര വർഷമായി എന്ന് മറ്റും നിങ്ങൾ ഒഴിവാക്കേണ്ട കേട്ടോ. അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. എത്ര അനുഭവം പറയുന്നു. താജുൽമനിയും ബാപ്പാനെയും ഖാദിയുടെ സ്ഥാനത്ത് ചീത്ത പറഞ്ഞവൻ, അയാൾക്കുള്ള പുറത്തു കൊടുക്കട്ടെ, കഴിഞ്ഞ മാസം മരിച്ചുപോയി. 6 വർഷം അയാൾ അനുഭവിച്ച അനുഭവം അറിയുമോ?
അതേ കൈകാലുകൾക്കെല്ലാം ഓരോ പുഴുക്കൾ അങ്ങ് കേറി വെട്ടി മുറിച്ച് വെറും ഒടല് പോലെയായി. അത് ഭക്ഷണത്തിന് നിരസിച്ചതിന്, താജുൽമന്റെ ഉറൂസ് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞതിന് പോരാ, ബ്രെയിൻ ട്യൂമർ വേറെ, വലിയൊരു മഴ വന്നിട്ട് അതും വേറെ പോരാ, ക്യാൻസർ, അതേ നാവിന് ക്യാൻസർ വേറെ അതും പോരാ, അതേ സ്റ്റോണ് കിഡ്നിന് മൂത്രക്കല്ല് വന്നിട്ട് മൂത്രത്തിൽ പഴുപ്പ് വേറെ, പൈപ്പ് ഇട്ടിട്ട് വേറെ, ഒന്നടങ്ക ഒരു വികൃത രൂപമായിട്ട് നിങ്ങളെ സ്വന്തം മക്കൾക്ക് വേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ട, ജ്യേഷ്ഠന്മാർക്ക് വേണ്ടാതെ ആ ചങ്ങായിനെ വലിച്ചെറിഞ്ഞ അനുഭവം നമ്മളിലുണ്ട്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ. ആലോചിച്ച് നോക്ക് മുഅ്മിനെ, ഇത് അല്ലാഹ് കൊടുത്ത പണിയാണ്. എല്ലാ നേതാവാണ്, കോൺഗ്രസിന്റെ എല്ലാ ഹെഡ് ഓഫീസറുകൾ ഒരു പക്ഷേ അല്ലാണ്ട് പരീക്ഷിച്ചു. ആലിമീങ്ങളെ തെറി പറഞ്ഞു, സയ്യിദന്മാരെ തെറി പറഞ്ഞു. ഒരു ഉസ്താദിനെയും ഒരു വർഷം ആ ചങ്ങായി അവിടെ പള്ളി നിർത്തിയില്ല. എന്റെ കാരണം അയാളെ പറ്റൂല, അയാൾ ശരിയില്ലാണ്ട് അങ്ങനെ ഒഴിവാക്കും. അതിനല്ല അല്ലാഹ് 6 വർഷം പരീക്ഷിച്ചു മുഅ്മിനെ. ബാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് കണ്ണുള്ളവനക്ക് കാണാടോ, ചെവിയുള്ളവനക്ക് കേൾക്കാവോന്റെ അവസ്ഥ നമ്മളത് കണ്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കും ഇങ്ങനെ എത്ര അള്ള പരീക്ഷിച്ചത്. പറഞ്ഞപ്പോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചങ്ങായിന്റെ അവസ്ഥ, ഇങ്ങനെ തൊടുമ്പോ മിന്നാന്ന് വന്നതാണ്. ഈ ചങ്ങായിക്ക് തൊട്ട് കഴിഞ്ഞാൽ ആ ഇറച്ചി അങ്ങ് ഒന്നടങ്ങ് ഒരു ഗീറ്റണ്ട് പോകും. ഇങ്ങനെ എത്ര അനുഭവം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയ കിട്ടിയപ്പോൾ സ്വന്തം ഭാര്യനെയോ അല്ലെങ്കിൽ പെങ്ങളെയോ നാട് നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ട കേട്ടോ. ഹറാമ് തന്നെ. റീൽസ് ആണ് റിയലി എന്ന് കരുതി പോകരുത്. ഇന്നിപ്പോൾ അങ്ങനെയല്ലേ. ഇന്നോന്റെ ഭാര്യ അതേ ബീച്ചിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് അമ്മക്ക് ബീച്ചിൽ പോയിട്ട് ആടുന്നൊരു ഫോട്ടോ ഇടണോ? ഓ മുഅ്മിനെ, എന്തിന് ഫോട്ടോ ഇടുന്നു? പിന്നെന്തിന് നിങ്ങൾ നിക്കാഹ് എന്ന് പറഞ്ഞാൽ തന്നെ മറ്റോന്റെ ഭാര്യ നമുക്ക് ഒന്നിനും കാണാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ അല്ലേ. പിന്നെന്തിനും ഓന്റെ ഭാര്യ ഇപ്പോഴത്തെ അവസ്ഥ അറിയോ? ഓൻ സിയാർത്തെല്ലാം പോകും. ഈ പോയിട്ടോ ആർത്ത ഔലിയാനോട് സലാം പറയുന്നതിന് ഇവൻ ആദ്യം സ്റ്റാറ്റസ് ഫോട്ടോ ഇടും. എന്തിന്റെ ബിരാന്തി? മുഅ്മിനീങ്ങൾ ആ ഔലിയാക്കളായത് തഖ്വയുള്ള ജീവിതം കൊണ്ടാണ് അല്ലേ. അവരാറ്റ ഹയാത്ത് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് 2 കിട്ടിയിട്ടുണ്ടോ? ഒരു സംശയമില്ല. അതിൽ മൊയിലാറും കണക്കനെ, തങ്ങളും കണക്കനെ, മൊയിലാറും എല്ലാം കണക്കന്നെ. 110 ബിരുദുണ്ടാവും, സഖാബി ഹസരി എല്ലാം കുന്തായിട്ടുണ്ടാവും. എന്ത് കാര്യം? ഒരൊറ്റ ഒന്നിനും ഇൽമുണ്ടാവില്ല. തീരെ നഫ്ഇല്ലാത്തൊരു കാര്യം. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ. മൗലാമാർ അടിച്ചാക്ഷേപിക്കുന്നല്ല, ഞാനും മൗലാർ തന്നെയാണ്. ആക്ഷേപിക്കാൻ അധികാരമില്ല. നമ്മളെ തലപ്പാവിന്റെ നേതാവ് അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. യഥാർത്ഥ റസൂലുള്ളാഹിനെ ജീവിച്ച് മനസ്സിലാക്കാത്ത ആലിമല്ല എന്നാണ്. അതുകൊണ്ടാ പറഞ്ഞത്. എല്ലാം അവനവന്റെ ഭാര്യ നാട് നിങ്ങളെ കാണിച്ചു കൊടുത്ത് എന്ത് കാര്യങ്ങൾക്കുള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഈ മജ്‌ലിസിൽ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ മുഖം കാണിച്ചില്ല വരുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങന്മാരെ നിങ്ങൾ വീട്ടിൽ കടന്നു തുടങ്ങി കൊള്ളാണ്ട് കൂലി പിന്നെയുണ്ടാവും. ആ മജ്‌ലിസ് വരണം, ഒരു നിയമവും തീരില്ല. ഉള്ള തുറന്ന് പറയാറ് ഒരാവശ്യമില്ല. വെറുതെ അള്ളാഹിന്റെ അടുത്ത് നിങ്ങൾ കഠിനമായ ശിക്ഷക്ക് വിധേയമാകാന്നല്ലാതെ ഏത് മജ്‌ലിസിലാണെങ്കിലും അവനവന്റെ ഭാര്യനെ മര്യാദയ്ക്ക് പഠിപ്പിച്ചു വന്നാൽ ഇവിടെ ദീൻ നിലനിൽക്കും. ഈ മക്കൾ ഇനിയുള്ള തലമുറ ചെറിയ മക്കളാണ്. നിങ്ങളെ കണ്ടിട്ട് വേണം ഇവരെ നീ ദീൻ ഭരിക്കാൻ. ഞാനും നിങ്ങൾ എടുത്ത ഉസ്താദ്മാരെയും തീർത്തയും പറഞ്ഞിട്ട് ഉള്ള ഉസ്താദിനെ ഒഴിവാക്കിയാൽ നിങ്ങൾ ഈ മക്കൾക്ക് പിന്നെ വേലി തന്നെ വളം തന്ന പിന്നെ എന്ത് ചെയ്യും? ആലോചിച്ചു നോക്കി. അതുകൊണ്ട് കമ്മിറ്റിക്കാരോടൊക്കെ പറയാണ്, ഞാനടക്കം കമ്മിറ്റി പ്രവർത്തിക്കുന്നവൻ തന്നെയാണ്. പക്ഷേ ദീൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. ഈ ഉസ്താദന്മാരില്ലെങ്കിൽ ഈ മക്കൾ നമുക്ക് ഒന്നിനും കൊള്ളൂല. ലോകത്ത് പ്രതിഷേധിക്കാത്ത ഒരു സംഘടന ഉസ്താദന്മാരുടെ സംഘടനയല്ലേ ഉള്ളൂ. ഇന്നേ വരെ നിങ്ങൾ ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിലോ ശമ്പളം കുറച്ചതിന്റെ പേരിലോ ഇവർക്ക് യാസീൻ ഫാത്തിഹാക്കാനും ഫാത്തിഹ യാസീനാക്കാൻ ഇവർക്ക് അധികാരമുണ്ട് മുമ്പിനെ? ഇല്ല. നിങ്ങൾ ആലോചിക്കണം. രാവിലെ നിങ്ങൾ 6 മണിക്ക് വിട്ടിട്ട് ഇവിടെ അവനവന്റെ മക്കൾ വിടുന്നുണ്ടല്ലോ മദ്രസയിൽ. അവരെന്താ പഠിപ്പിക്കുന്നത്? ബാപ്പാരാണ്, മാതാവാരാണ്, പിതാവാരാണ്. പിതാവിനെ ചെരുപ്പ് കൊണ്ടടിക്കാൻ പാടില്ല, മാതാവിനെ ചെരുപ്പ് കൊണ്ടടിക്കാൻ പാടില്ല എന്ന് ഓരോ മതനിയമം പഠിപ്പിക്കുന്നത് ഈ ആലിമല്ലേ. നിങ്ങളുടെ സ്കൂൾ പഠനത്തിന് എവിടെയെങ്കിലും 1 മുതൽ ഡിഗ്രി അല്ല MBBS വരെ മാതാവിന്റെയും പിതാവിന്റെയും അദബ് പഠിപ്പിക്കുന്നുണ്ടോ?
ഒന്ന് ആലോചിക്കണം സോദരാ. ഈ മക്കള് അല്ലാഹുവിന്റെ ഇൽമ് മാതാവ് എന്താണ് പിതാവ് എന്താണ് പഠിപ്പിക്കുന്നത്? മദ്രസ പഠനത്തിലല്ലേ? ആ പഠനത്തിന്റെ ഫലമല്ലേ ഈ വലുപ്പമായ മക്കള് നിങ്ങളെ ബഹുമാനിക്കാനുള്ള കാരണം? അല്ലാതെ ഞാനും നിങ്ങളും വിചാരിക്കേണ്ട എനക്കും നിങ്ങളും മക്കൾ തന്നൊരു ഗുണമാണ്. അതേ മക്കൾ തന്നത് ഗുണത്തിന് തന്നെ, പക്ഷെ ദീന്റെ നിലപാടിൽ ഉപയോഗിച്ചാലേ ഗുണത്തിനുണ്ടാവുള്ളൂ. അത് അല്ലെങ്കിൽ കേട് തന്നെ. അതുകൊണ്ട് മുഅ്മിനെ ഇങ്ങനെയുള്ള മജ്‌ലിസുകളിലും അതേ മാസം നടക്കുന്ന സ്വലാത്തുകളിലും ഖുർആൻ ശരീഫും ദിക്റും സ്വലാത്തെല്ലാം അധികരിപ്പിക്കാൻ ഇനി പറഞ്ഞു കൊള്ളണം. സ്വന്തം ഫോൺ സ്വന്തത്തിന് നഷ്ടം തന്നെ. ഞാൻ 1,15,000 ഐഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1,24,000 S24S25 ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അള്ളാന്റെ അടുത്തില്ലടോ. ആ ഉപയോഗിച്ചത് ദീനാണെങ്കിലോ ഉപകാരം, ഇല്ലെങ്കിലോ അത് നഷ്ടം തന്നെ. ശ്രദ്ധിച്ചു കൊള്ളണം. മക്കള് ചോദിക്കുമ്പോൾ തന്നെ ഉദര കയറാനുള്ളതല്ല മാതാവും പിതാവും. ദീനുണ്ടോ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ജീവിക്കുക. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞിട്ട് ദീനെ നിസാരപ്പെടുത്തിയാൽ അല്ലാഹു പരീക്ഷിക്കും കേട്ടോ. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് അധികരിപ്പിക്കണം. ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്തുന്നു. ഈ പറയുന്നല്ലോ അന്റെ ഫഖ്റോ അല്ലെങ്കിൽ അന്റെ ബഹുമാനത്തിനെ അറിയിക്കുന്നതല്ല, അതേ പൂറത്ത് നടന്ന അനുഭവം പറയുകയാ. കൈന റബീഉൽ അവ്വൽ, ഈ മിനാന്ത റബീഉൽ അവ്വലിൽ അതിന്റെ 4 മാസം മുമ്പ് ഒരു 19 വയസ്സായ പെൺകുട്ടി വന്നു. കൂടെ ഒരു ഉമ്മയുണ്ട്, ഒരു ആൺകുട്ടി ആങ്ങളയുണ്ട്. ആ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഒന്ന് എന്നെ കൊണ്ടെനി ജീവിക്കാൻ കഴിയൂല. ഒരൊറ്റ പൊട്ടിക്കരച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം പറയാന്ന് പറഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞു, തങ്ങളെ ഞാൻ 4 വർഷമായി ഡയാലിസ് ചെയ്യുന്നു. എന്താണ് ഡയാലിസ്? അവനവൻ കഴിച്ച ഭക്ഷണം ഉദ്ദേശിക്കുന്ന സമയത്ത് ഖലാഇൽ ടോയ്ലറ്റിൽ പോകുന്നില്ലേ? ഉദ്ദേശിക്കുന്ന സമയത്ത് ഭക്ഷണം നിങ്ങളിപ്പോ ഇവിടെ നേരത്തെ കുറെ ആൾക്കാർ മന്ദിരിച്ച വെള്ളം കൊണ്ടുപോയി, മന്ദിരിച്ചു കൊണ്ടുപോയി. ഞാനും വെള്ളം കുടിച്ചിനി, ഇവരും വെള്ളം കുടിച്ചിനി. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? തങ്ങളോട് ചോദിച്ചിട്ടാണോ? അല്ല. ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് നടത്തി തന്നില്ലേ? മുഅ്മിനീങ്ങളെ, അത് സ്റ്റോപ്പ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെ ഡയാലിസ്. ഭക്ഷണം ഉദ്ദേശിക്കുന്ന സമയത്ത് കഴിക്കാനും പാടില്ല, എന്നാ പോകുന്ന സമയത്ത് അതും കഴിയൂല. ഈ പെൺകുട്ടിക്ക് അല്ലാഹു ആകെക്കാളെ കണക്കാക്കുക ഒരു ദിവസം 300 മില്ലിലിറ്ററിന്റെ വെള്ളം മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കും മുഅ്മിനെ. ഞാനും നിങ്ങൾ ഒരു ദിവസം ഒരു മിനിമം 5 ലിറ്റർ വെള്ളം കുടിക്കുന്നില്ലേ? അതിന് നിങ്ങൾ ഈ ചാമ്പ്യന്റെ കുപ്പിയിൽ വെറും ഒരു ദിവസം 24 മണിക്കൂർ ആകെ കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ദിവസവും അവനെ ഈ പെണ്ണ് എന്ത് ചെയ്തു? ശരീരത്തിന്റെ എല്ലാ ഭാഗവും കുത്തി എല്ലാം കഴിഞ്ഞു, ഒരു സ്കെലിട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി ചോദിച്ചു, അൽഹംദുലില്ലാഹ് ബാണ്ട തന്നെ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പോയി. പോകുന്ന സമയത്ത് ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, തങ്ങളെ ഞാനൊരു നിയത്ത് വെക്കട്ടോ? എന്ത്? 3 സ്വലാത്തിന് ഞാൻ ഇവിടെ വരാൻ നേർച്ച വെക്കുന്നു. ഞാൻ ഒന്നും മുണ്ടിയിലെ മൗനം നിന്നു. എന്താ തങ്ങളെ നിങ്ങളൊന്നും മുണ്ടാത്തത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നേർച്ച വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നാടിന്റെ ഖളാ നിൽക്കുന്നവരാണ്. ഞാൻ അവരെ ദേലമ്പാടി കാര്യത്തിയാണ്, ആ നാട്ടിനും ഖളാ ഞാൻ തന്നെ. അപ്പൊ പറഞ്ഞു, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധം ഇവിടെ വന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്നേക്കും കുറ്റക്കാരനാകും. അതുകൊണ്ട് ഞാനായിട്ട് പറയൂല. നിങ്ങൾ നിയത്ത് വെച്ച് വരികയെ പോയ എന്തും ചെയ്തോ നിങ്ങൾക്ക് വിട്ട്. അങ്ങനെ ആ പെൺകുട്ടി തന്നെ സ്വയം വെച്ചു. 3 മാസം കഴിഞ്ഞു. 3-ാമത്തെ മാസം റബീഉൽ അവ്വൽ വന്നു. 2-ാമത്തെ വ്യാഴാഴ്ചയാണ് അവിടുത്തെ സ്വലാത്ത്. അങ്ങനെ മഗ്‌രിബിനോടനുബന്ധിച്ച് ഈ പെൺകുട്ടി ആങ്ങളെയും വന്നിട്ട് ആ പെൺകുട്ടി ഒരൊറ്റ ബാപ്പാന്റെ മഖാമിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഞാനില്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയത്. എന്നിട്ട് അവിടുന്ന് ഒറ്റത് പറയുന്നത്, തങ്ങളെ ഞാൻ അന്നേരം എന്റെ കാറിൽ ഒന്നിച്ചായിരുന്നു. തങ്ങളെ ഇനി എന്നെ കൊണ്ടാവൂല. 2-ലൊന്ന് എനിക്ക് ഇവിടെ വേണം, ജനനമോ മരണമോ എനിക്ക് ഇവിടെ വേണം. ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയൂല.
എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞങ്ങ് വീണു കഴിഞ്ഞു മുഅ്മിനെ. എന്നിട്ടോ അൽഹംദുലില്ലാഹ് അങ്ങനെ ആ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു ഏതായാലും മഗ്രിബിലെ സ്വലാത്തിന് പോകാമെന്ന് പറഞ്ഞു ആ പെൺകുട്ടി അവിടുന്ന് പറഞ്ഞയച്ചു. ഉമ്മയും കൂട്ടി സ്വലാത്തിന് വന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഇവിടുന്ന് സ്വലാത്ത് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി 100 കഴിഞ്ഞു. 90 അത് കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് 99 എത്തിയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആ പെണ്ണത് ആ ലോകത്തോട് വിട പറഞ്ഞു. ഇത് നേരിൽ കണ്ട അനുഭവമാ. ഞാൻ മാത്രമല്ല അന്ന് 500 ആള് ആണുങ്ങമാറും 500 സ്ത്രീകൾ, ഏകദേശം 100ഓളം സ്ത്രീ 200ഓളം സ്ത്രീകൾ അത് സാക്ഷിയാ. ഇവിടുന്ന് ഞാൻ ആ പള്ളിയിൽ നിന്ന് ഞാൻ സ്വലാത്ത് ഇവിടുന്ന് ചെല്ലുന്നു. ആ പെണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട്. 99 ചെല്ലലോടുകൂടി ആ പെണ്ണതാ കൊയന്നങ്ങോട്ട് വീണ് മരിക്കുന്നു. ആലോചിച്ച് നോക്ക് മുഅ്മിനെ, ഈ പറയുന്ന തങ്ങൾക്ക് 199ാമത്തെ ലാ ഇലാഹ ചെല്ലുമ്പോ ഞാൻ മരിക്കുന്നു കരുതിയാ മരിക്കോ? ഇല്ല. അതല്ലേ സൂറത്ത് യൗമുൽ ഖിയാമയിൽ പറഞ്ഞത്, യുഹ്യി വ മൗതാ, ജനിപ്പിക്കാനും അനക്ക് അധികാരം, മരിപ്പിക്കാനും അതെനക്ക് തന്നെ അധികാരം എന്ന് അല്ലാഹ് പറഞ്ഞതല്ലേ. വലൗ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അജലെത്തിയാൽ മുഅ്മിനീങ്ങളെ ഒരു നഫ്സിനെയും പിന്തിക്കൂല. ആ അജൽ അല്ലാഹ് അവിടെ സ്വീകരിച്ചു. ആ പെൺകുട്ടിയുടെ ഉമ്മ പൊട്ടിക്കാരനൊരു രംഗമുണ്ട് അവിടെ. ആലോചിച്ച് നോക്കണം മുഅ്മിനെ, എന്തേ അല്ലാഹ് സ്വീകരിച്ചു. സ്വലാത്തിനെ മുറുകെ പിടിച്ച് ജീവിച്ചപ്പോൾ ആ പെണ്ണൊരു മഹദി എന്ന് പറഞ്ഞാൽ മഹദിയായി ജീവിച്ചു വന്നവരൊന്നുമല്ല. പക്ഷെ ഒരൊറ്റ വിശ്വാസം, തങ്ങളെ എനിക്ക് രണ്ടിലൊന്ന് ഇവിടെ വേണം, ഒന്നിക്ക് ജനനം അല്ലെങ്കിൽ മരണം എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ സലാത്ത് മാത്രം മുറുകെ പിടിച്ചപ്പോൾ മുഅ്മിനെ അല്ലാഹു ആ പെണ്ണിന് കൊടുത്ത ഖൈർ എന്താണെന്നറിയുമോ? മരണമാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കലല്ലേ അന്റെയും നിങ്ങൾ ഇത്രയും നട്ടോട്ടമായി ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പെൺകുട്ടിയുടെ അവിടെ നടന്നില്ലേ? എന്നിട്ടോ ആ പെൺകുട്ടി ഉമ്മയും ജ്യേഷ്ഠനും കരഞ്ഞങ്ങ് പോയി. എന്നിട്ട് ആ ഒരു മാസം അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ ഉമ്മയും ആങ്ങളെയും വന്നിട്ട് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്നോട് സന്തോഷം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയുമോ? ആ പെൺകുട്ടിയുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട് ജപ്തിയാണ്. പോരാ 10-50 ലക്ഷത്തോളം കടമാണ്. തങ്ങളെ എന്റെ മകൾ എനിക്ക് മരിക്കൽ പിന്നെ ഹൈറാന്ന് ഇപ്പം തിരിഞ്ഞിട്ടുണ്ട്. എന്തേ? ആ മകള് മരിച്ച കാരണത്താൽ ഇങ്ങനെ ഈ കൂറത്തൊന്നും ഇതെല്ലാം മരിച്ച കാരണത്താൽ വേലമ്പാടുത്തെ നാട്ടിലെ മൊത്തം ആളുകള് അവിടുത്തെ പൈസ കൊടുക്കാനുള്ള ഏറ്റെടുത്തു. പോരാ 40 ദിവസം നടക്കുന്ന പരിപാടി ആ നാട്ടാർ ഏറ്റെടുത്തു. ആലോചിച്ച് നോക്ക് മുഅ്മിനെ, അല്ലാഹു ഒരു സ്വലാത്തിനെ കൊണ്ട് റബ്ബ് കൊടുത്തിയ എല്ലാ ഫതഹ് അതുവരെ ആ ചങ്ങായിമാർക്ക് ആരും സഹായിക്കാനുണ്ടായിട്ടില്ല. മരിച്ചതിന്റെ ശേഷം ഞാനും പോയിട്ടുണ്ട്. വീട്ടിൽ തേപ്പൊന്നുമില്ല, പൊളിയാനായ വീടാണ്. ആ വീട് നന്നാക്കി കൊടുത്തു നാട്ടാറ്. പോരാ പൈസ ഏറ്റെടുത്ത് പോരാ, ഈ ഏട്ടനൊക്കെ ഗൾഫിലേക്കും പറഞ്ഞയച്ചു. അൽഹംദുലില്ലാഹ് ഒരു ഭാഗം, മറുഭാഗത്ത് ഇന്നാലില്ല വേറെയും. ആലോചിച്ചു നോക്കും മുഅ്മിനേ, ഇതാണ് റബ്ബ്. അള്ളാന്റെ റസൂലിനെ ഞാനും നിങ്ങളും സ്നേഹിച്ചാൽ മുഅ്മിനേ അന്നെയും നിങ്ങളെയും കൈവിടൂല. അതിന് നമ്മൾക്ക് റിഫായ് ശൈഖ് തങ്ങൾ തെളിവല്ലേ. ഫി ഹാലത്തിൽ ബുഅദി എന്ന ബൈത്തുണ്ടല്ലോ, ആ ബൈത്തിന്റെ അതേ ബൈത്തിന്റെ തൊട്ട് മുമ്പ് അവിടുത്തെ ശറഹ് പറയുന്നുണ്ടല്ലോ. ഫഖൂമൂർ അതേ പോയിട്ട് പറഞ്ഞു റസൂലുള്ളാഹി ഞാൻ എണീച്ചെന്ന് പറഞ്ഞു. അതേ റിഫായ് ശൈഖ് തങ്ങൾ എന്ത് ബൈത്തിന് ഓർമ്മയില്ല, എന്താ പറഞ്ഞതിന്റെ ആകത്തുക പറയാം. റസൂലുള്ളാഹിന്റെ അടുത്ത് തിരി പറഞ്ഞു, ഓ റസൂലേ, അങ്ങയുടെ ഹളറത്തിലാണ് ഖദ് അസ്ബാഹിൽ ഹളറത്ത്. ഞാൻ ഒരു സുബ്ബാഹായിട്ട് ഒരു യുവാവായിട്ട് റസൂലേ അങ്ങയുടെ ഹളറത്തിൽ ഞാൻ വന്നു. ഞാൻ എന്നും നായിബായിട്ട് എന്റെ റൂഹിനെ ഞാൻ അങ്ങയുടെ തേക്കാറുണ്ട്. ഞാൻ അങ്ങയുടെ ഹളറത്തിലേക്ക് എന്നും സ്വലാത്ത് അധികരിപ്പിക്കുന്നുണ്ട് റസൂലേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഫംദുദ് യദൈക യമീനിക എന്ന് പറഞ്ഞില്ലേ? ഓ ഹബീബേ, അങ്ങയുടെ കൈ, അങ്ങയുടെ വലത്തെ കൈ ഒന്ന് ചുംബിക്കാൻ ഒന്ന് തരുന്ന് പറഞ്ഞപ്പോൾ മുഅ്മിനീങ്ങളെ ഹബീബ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യതാ ആ റൗളയത്തെ കൈ ആ പൂട്ടങ്ങ് പൊട്ടിയിട്ട് അവിടുത്തെ വലത്തെ കൈ ചുംബിക്കാൻ കൊടുത്തില്ല മുഅ്മിനെ. അത് കേവലം ഒരു ഇബ്രാഹിം നബിയല്ല, ഇസ്മായിൽ നബിയല്ല, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖോ ഉമർ ഇബ്നുൽ ഖത്താബോ അല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ഒരു ഖുലഫാഉർ റാഷിദീങ്ങളുമല്ല, സ്വഹാബികളൊന്നുമല്ല, താബിഅല്ലേ. ആ താബിഇന് അല്ലാഹു കൊടുക്കുന്ന ദർജയുണ്ടെങ്കിൽ അങ്ങനത്തെ റിഫായ് ശൈഖ് തങ്ങളെ മജ്ലിസല്ലേ ഇവിടെ നടന്നത്. ആ റിഫായ് ശൈഖ് തങ്ങനെ അത്ര മജ്ലിസ് കൊടുക്കാൻ കാരണമുണ്ടെങ്കിൽ ഓ മുഅ്മിനേ, റിഫായ് ശൈഖ് തങ്ങൾക്ക് കൊടുക്കാനുള്ള കാരണം ഒരൊറ്റ റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിന്റെ ഫളലാ. നേരത്തെ ഇവിടെ ഒരുപാട് ബൈത്ത് പറഞ്ഞിട്ടില്ലേ? ആ ബൈത്തിൽ എന്തെല്ലാം അർത്ഥമുണ്ട്, എത്ര എത്ര അതിന് പറഞ്ഞു. അന്നെ അങ്ങനെയാക്കി, എനിക്ക് ഇന്ന തന്നു, ഇങ്ങനെ വന്നു എന്ന് വന്ന് പറഞ്ഞിട്ട് കുറെ അവിടുത്തെ ഖിതാബ് ചെയ്തിട്ട് അലൈക്കി അലൈക്കി എന്ന് ഈ ബൈത്തിൽ പറഞ്ഞിട്ടില്ലേ? മുഅ്മിനീങ്ങളെ മനസ്സിലാക്കി കൊള്ളണം. ലാസ്റ്റ് അവിടുന്ന് ഈ ഉസ്താദിനെ പറഞ്ഞില്ലേ, ഖുദൂർനി യാ ശൈഖ് അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞത് എന്താ? യാ അബ്ദുൽ ഖാദിറെ, അങ്ങ് ഒന്ന് ഖുദൂരിയത്തായി കിട്ടണം. എന്നിട്ടോ ശേഷം തന്നെ അതിൽ ദുആ ചെയ്തു, അഗ്ഫിർലി അൻത ഹാലി എന്ന് ഓരോന്നും നീ അങ്ങനെയുള്ളവനാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് യാ റബ്ബ് എനിക്ക് ഇങ്ങനെയൊക്കെ പൊരുത്തപ്പെടണം നീ ബൈത്തിൽ ഇപ്പം പറഞ്ഞിട്ടില്ലേ? അങ്ങനത്തെ ത്വരീഖത്താണ് മുഅ്മിനീങ്ങളെ റിഫായ് ശൈഖ് തങ്ങളാവട്ടെ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളാവട്ടെ. അതുകൊണ്ട് കള്ള ശൈഖന്മാരും കള്ള ത്വരീഖത്തും ഇന്നിപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാനും നിങ്ങളും ചിലക്കുമ്പോൾ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാകും, ഒരു മുടിവക്കൽ കൊണ്ടും പച്ചസാളിടൽ കൊണ്ടും അല്ലെങ്കിൽ അതേ തസ്ബീഹ് എടുത്തൽ കൊണ്ടും ശൈഖാകൂല. യഥാർത്ഥ മുറബ്ബിയായ ശൈഖാകണമെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതേ അങ്ങേയറ്റം സ്നേഹിക്കണം. ബിദ്അത്ത് കൊണ്ടും ദലാലത്ത് കൊണ്ടും അതിന് മുക്തമാകണം. അത് ദീൻ ആവശ്യമാ. അതുകൊണ്ട് സോദരാ, അങ്ങനത്തെ റിഫായ് ശൈഖ് തങ്ങൾക്ക് റസൂലുള്ളാഹി ഹാദിറാകണമെങ്കിൽ മുഅ്മിനീങ്ങളെക്കും നിങ്ങൾക്കും അങ്ങേയറ്റം സ്നേഹിച്ചാൽ എന്തേ ഹാദിറാകൂലേ? ആകും മുഅ്മിനേ. ഞാനും നിങ്ങളും കഴിയുന്നത്ര ഫിത്ന ഒഴിവാക്കുക, കഴിയുന്നത്ര ഫസാദ് ഒഴിവാക്കുക. ഹസദ് നടിക്കേണ്ട. ചെറുപ്പക്കാരാ, നിങ്ങളോട് പറയുന്നത് അതേ തഖ്വയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ തസ്ബീഹ് നടക്കലല്ല, ഉള്ളതിന് ഭയഭക്തി ഉണ്ടായാൽ മതി. 5 വക്ത് മര്യാദ നിസ്കരിക്കുന്ന അത് മതി. പോരാ, നിങ്ങൾ എന്നെ പുരുഷനും എന്നോട് സംസാരിക്കാൻ ചാറ്റ് ചെയ്യാൻ പോണ്ട, അത് മതി നിങ്ങളുടെ ജീവിതത്തിൽ. പോരാ, തന്ന സമ്പത്ത് ഉള്ളത് കൊണ്ട് ഭാര്യക്കും കൊടുക്കുക, അവന്റെ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുക, ഉള്ള ബാക്കി ദീന്റെ ഖിദ്മത്ത് ചെലവഴിക്കുക. അത് തന്നെയാണ് മുഅ്മിനെ ദീൻ. അത് മതി ചെറുപ്പക്കാരാ. പോരാ, പിന്നെ കഴിയുന്നത്ര സ്വലാത്തുകളും പറ്റുന്നത്ര മജ്ലിസിലും കൂടിയാൽ ചെറുപ്പക്കാരാ വിജയം അത് തന്നെ. അല്ലാതെ 110 പള്ളി കടന്നുറങ്ങാനും പള്ളിയിൽ വന്നിട്ട് 24 മണിക്കൂർ ഇത്തികാഫിരിക്കണമെന്ന് ഒരു അള്ളാന്റെ ദീനും ഇല്ല. അതുകൊണ്ട് എന്റെ ഖൽബിനോടും നിങ്ങളെ ഖൽബിനോടും പറയുന്നു, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലാഹുവിന്റെ ഖുർആനാകുന്ന കലാമിനെ കളങ്കപ്പെടുത്തേണ്ടത് കേട്ടോ. ഖിയാമം വരെ ഖുർആൻ ഉണ്ടാകും. ആ ഖുർആനുള്ള കാലത്തോളം ആ നിയമം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ എനക്കും നിങ്ങൾക്കും നിർബന്ധമാ. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പേ ഈ പറഞ്ഞ ഇൽമി ഇവർക്ക് ഞങ്ങൾക്ക് നഫ്അ ചെയ്യണം റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉയർത്തിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ റൂഹ് അഹ്ലുകാർക്ക് വെച്ച് പിടിക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ദീന്റെ ഖിദ്മത്ത് ഞങ്ങളുടെ കുട്ടികളും സ്കൂളിൽ സഫർ സിയാറത്ത് ജോലിയാർത്ഥം എല്ലാം പോകുന്ന വാഹനത്തിലല്ലേ, എല്ലാവിധ വാഹന അപകട മരണങ്ങൾ തൊട്ടും നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ثم الرضا أبي بكر وعن